പേരോടുകൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്നപ്പോൾ 3000 എണ്ണത്തിന്റെ മേൽ ഈ മഴ പെയ്തെങ്കിൽ ഇന്നും ആ മഴ പെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ, കേരളത്തിൽ നിന്റെ മണ്ണിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആ മഴ പെയ്ത് നീ ആ മഴയിൽ കുളിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിയോടെ എഴുന്നേൽപ്പിക്കും. വചനത്തിന്റെ ആധികാരത്തിലേക്ക് നീ കടക്കുമ്പോൾ നിന്റെ ജീവിതം മാറും. അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കുക, വചനത്തിന്റെ ആധികാരത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാണോ? 2024 അവസാന ഞായറാഴ്ച പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, കഴിഞ്ഞ നാളിൽ പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്കാരന് ഇടമല്ലാത്ത പെയ്തെങ്കിൽ എന്ന് പരിശുദ്ധാത്മാവ് പറയുക, ഇടമായത് പെയ്യുവാൻ തയ്യാറായാൽ ഇന്നലെ ഒരു അഭിഷേകത്തിന്റെ ശക്തി ആയിരിക്കാൻ പോവുക. വലിയ ഒഴുക്ക് ഇന്ന് പലക്കാലം ഭാരതത്തിലെ ഇന്ന് ആ ഒഴുക്ക് പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ വർഷത്തിന്റെ അവസാന ദിവസം കർത്താവേ ആത്മാവാണെങ്കിൽ ഞാൻ കുളിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആത്മാവിൽ ജീവിക്കുന്ന പറഞ്ഞാൽ ഒന്നും കൂടെ ഒരു പടിയും കൂടെ മുന്നോട്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവങ്ങളെ നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞ 6 ആഴ്ചയൊക്കെ ആയിട്ട് ഇതിന് വർക്കില്ല. ഞായറാഴ്ച വീട്ടിൽ നിന്ന് പ്രാർത്ഥനയാണ്, കൈയടിച്ച് ബൈബിളൊക്കെ വായിച്ച് അങ്ങനെ പോകുമായിരുന്നു. അപ്പൊ വർക്ക് കൊടുത്തപ്പോൾ സാധനം ഇങ്ങനെ അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞു ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ഇവന് വർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ തിരികെ വെക്കും. അത് കുറച്ച് കഴിയുമ്പോൾ മാറും. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഒരു പകരുന്ന ശക്തി നമ്മുടെ നടുവിലേക്ക് വ്യാപരിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഗുണദോഷം കൊടുക്കണം. ഗുണദോഷം കൊടുത്ത് മാറ്റം വരാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ ഇന്ന് ആ ദൈവശക്തി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് എന്തിനാ കർത്താവിന്റെ വചനം ഗുണീകരണത്തിനുള്ളതാണ്, അല്ലെ? ശാസനയ്ക്കുള്ളതാണ്. ശാസനയും ഗുണീകരണവും ആ രംഗങ്ങളുണ്ടോ അവിടെ ഒക്കെ ദൈവശക്തി വ്യാപരിക്കും. അത് ഉറപ്പാണ്. അത് ഞാനായാലും വചനത്തിന്റെ മുമ്പിൽ വിറച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, എന്റെ മേൽ അവന്റെ അഭിഷേകം വ്യാപരിക്കും. പഴയതുപോലെ ഞാൻ ജീവിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ മേലെ ഒരു അഭിഷേകവും വ്യാപരിക്കുന്നില്ല. എന്നാൽ ഇന്നൊരു തീരുമാനമെടുക്കുക, ദൈവമേ ഞാൻ ഇന്ന് കേട്ട വചനം കഴിഞ്ഞ ഒരു വർഷം ഒരു അച്ചായനിലൂടെ കേട്ട വചനം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നേ ഉള്ളൂ, പൂർണ്ണവുമായി അച്ചായനെ തന്നെ ഉപയോഗിച്ചത്. ഞാൻ ചോദിക്കാറുണ്ട്, സഭയന്മാർ വിളിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ മീറ്റിംഗ്? പക്ഷേ സന്തോഷമായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു, നല്ല മെസ്സേജ് ആയിരുന്നു, നല്ല ദൂതായിരുന്നു എന്നൊക്കെ സഹോദരിമാർ പറയുന്നത്, നമ്മുടെ മിനിസ്റ്റോരിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ദൈവങ്ങളെ ആ ഒരു ദൈവിക ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കാതെ നിങ്ങൾ ഇന്നുവരെയും ഏറ്റെടുക്കാതെ മുന്നോട്ട് പോയെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുക. കർത്താവേ, ദൈവത്തിന്റെ ആത്മാവിൽ ഞങ്ങൾ ഇന്ന് തീരുമാനമെടുക്കുക, ഒരു പുതുമഴ ഞങ്ങളുടെ മേൽ പെയ്യുവാൻ, ഒരു പുതിയ ശക്തി ഞങ്ങളുടെ മേൽ പെയ്യുവാൻ. ഈ മക്കളെ സംഘടനക്കാരൻ ഇങ്ങനെയാ പറഞ്ഞത്, പുൽപ്പുറം അരിഞ്ഞാൽ മഴ കിട്ടുമ്പോ എന്ത് ചെയ്യും? അല്ലേ? എന്നാൽ ഉണങ്ങി കിടക്കുന്ന പുല്ലോട്ട് എത്ര മഴ കിട്ടിയാലും ഇത് കുറെ നാൾ കഴിഞ്ഞ് ചീഞ്ഞു പോയിട്ട് പിന്നെ അടിയിൽ കുറ്റി പൊട്ടിക്കളിക്കണം. പക്ഷെ അരിഞ്ഞു നിർത്തിയേക്കുന്ന പുല്ലിലേക്ക് മഴ പെയ്താൽ എന്നുണ്ടാകും? പെട്ടെന്ന് കുറ്റി അങ്ങോട്ട് ചീറി അടിച്ചു കയറി വരും. അപ്പൊ സഹിതാൻ പറയാം, കർത്താവേ, ഞാൻ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ഞാൻ ഇരിക്കുക, എന്റെ മേലൊന്ന് പെയ്യണമേ. ഇന്ന് അങ്ങനെ ആ കുറ്റിയൊക്കെ ഒന്ന് ഒരുക്കി കൊടുത്താൽ സ്വർഗീയ കർത്താവ് പറയുക, നിന്റെ മേലേക്ക് ഇന്നൊരു അഭിഷേകത്തിന്റെ ശക്തി പെയ്തിറങ്ങും. ഇന്നത് പെയ്തിറങ്ങിയാൽ നിനക്ക് ഈ വർഷം പരാജയമായിരുന്നെങ്കിൽ അടുത്ത വർഷത്തിന്റെ വിജയത്തിന്റെ പാതയിലേക്ക് നടക്കും. ദൈവങ്ങളെ, അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൽ സന്തോഷിക്കുന്ന ഭക്തന്മാരായി നമുക്ക് മാറാം. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ഇന്ന് പകൽക്കാലം കൊടുത്താട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ 2024 അവസാന ഞായറാഴ്ച ഒരു തീരുമാനമെടുക്കുക. ചൊവ്വാഴ്ച രാത്രി 12 ഈ വർഷം നമ്മളെ വിട്ടു പോകുമ്പോൾ അടുത്തൊരു വർഷം നമ്മൾ ആഗമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ വർഷത്തെ പോലെ പരാജയങ്ങൾ പറയാനല്ല, പരാജയങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ആൾക്കാരായി മാറരുത്. ഈ 2024 അവസാന ഞായറാഴ്ച തീരുമാനമെടുത്താൽ നിനക്ക് പരാജയമായെന്ന് പറയാൻ പറ്റില്ല. അവസാന നിമിഷം തീരുമാനമെടുത്താലും സ്വർഗ്ഗത്തിൽ പ്രസാദിക്കാൻ പോകുക. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം, നമുക്ക് ഒരുമിച്ച് വചനമായി മുന്നോട്ട് പോകാം. ഗലാത്യലേഖനം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. 4:19 വേഗം വായിക്കാം. ഗലാത്യർ 4:19.
ഗലാത്യർ 4:19 വേഗം വായിച്ചു. ഭൂമി കഴിഞ്ഞ 4 വർഷം ഞാൻ പ്രസംഗിച്ചത് ഇവിടെ പ്രസംഗിച്ചത് നിത്യതയെ കുറിച്ചാണ്. അതുകൊണ്ട് അങ്ങനെ പ്രസംഗിച്ചാൽ ഞാൻ മോശനാകാൻ പാടില്ല. ഞാൻ മരിച്ചാലും ക്രിസ്തുവിന്റെ കൂടെ തന്നെ ആകുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം. കഴിഞ്ഞ നമുക്ക് ഈ നിരീശ്വരവാദികൾ പറയാറുണ്ട്, പാസ്റ്റർമാരും അച്ഛന്മാരും ഈ മൊയ്ലാരിമാരും ഹിന്ദുക്കളൊക്കെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സ്വർഗമുണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കുക അല്ലേ? എന്നാൽ ഇവന്മാർക്ക് അതിനുള്ള വിവരമില്ല, ജ്ഞാനമില്ല. അവരോട് പറഞ്ഞിങ്ങനെ ലോകത്തിന്റെ ജ്ഞാനം കർത്താവിന്റെ മുമ്പിൽ മോശത്വമാണ്. അവന്മാർക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ എന്റെ ചോദ്യം, പെന്തക്കോസ്തുകാരായ നിങ്ങൾ കഴിഞ്ഞ നാളിൽ കേൾക്കുന്ന വചനത്തിന്റെ മുമ്പിൽ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ യേശുവിന്റെ കൂടെ ഒരു വാസമുണ്ടെന്ന്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുമോ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒത്തിരി നന്മ ഉണ്ടാക്കണം, ഒത്തിരി കാലം ഇനിയും ജീവിക്കണം എന്ന് നിങ്ങൾ പറയുമോ? ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു അച്ഛൻ എന്നെ വിലക്കി, ഭയങ്കര ആത്മീയനാണ് പുള്ളി. പക്ഷെ മരിക്കുന്നത് പറയാതെ ഈ അച്ചായൻ കാത്തിരിക്കുന്നത് യേശുവിനെയാണ്. എന്റെ ദൈവങ്ങളെ, മരിക്കുന്നത് കൊണ്ട് ഒരു ഭക്തന് നഷ്ടമാണോ ലാഭമാണോ? പൗലോസ് പറയാം, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭമാണെന്നാ പറയുന്നത്. അപ്പൊ മരണം ലാഭമായി കണ്ടത് ഒരു മനുഷ്യനെ ഉള്ളൂ, അത് പൗലോസാണ്. ഇനി പത്രോസ് പറയുക, തലകീഴായിട്ട് ക്രൂശിക്കാൻ മതി തന്നെ. എന്റെ നാഥനെ പോലെ തല നേരെ ക്രൂശിക്കാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് തലകീഴായിട്ട് ക്രൂശിക്കാൻ പറഞ്ഞു. മരണത്തെ പേടിയുണ്ടോ? മരണത്തെ പേടിയുണ്ടോ? ഒരു പേടിയില്ല. മരണത്തെ പേടിക്കുന്നത് ജഡികനാണ് അല്ലേ? ഒരു ആത്മമനുഷ്യൻ ഒരിക്കലും മരണത്തെ പേടിക്കരുത്. കാരണം മരണം കൊണ്ട് തീരുന്നില്ല. മരണം കൊണ്ട് അവന്റെ ഈ ലോകത്തിലെ ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെയും അധ്യായം ക്ലോസ്. അടുത്ത അധ്യായം തുറക്കുന്നത് കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ലാത്ത ഒരു ലോകത്തിൽ യേശുവിനെ ആരാധിക്കുന്ന അവന്റെ പൊന്നുമുഖം കാണുന്നവരായി നമ്മൾ മാറിയ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂ മരണത്തിന്റെ മുമ്പിൽ. എന്നാൽ ഈ ഭൂമിയിൽ ഒരു വർഷം കൂടെ തന്നേനായിട്ട് സ്വതന്ത്രം പറയുന്നതിന് ഉപരിയായിട്ട് ഒരു വർഷം കൂടെ നിന്റെ ആവശ്യത്തിനായിട്ട് എന്നെ നിർത്തിയിരിക്കുന്നു. അടുത്ത വർഷവും നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിൽക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? നിനക്ക് എന്നെ കൊണ്ട് വല്ല കാര്യം ഉണ്ടെങ്കിൽ എന്നെ നിർത്തുക. നമ്മളൊക്കെ നിർത്തിയിട്ട് ഒരു കാര്യമില്ല. നമ്മള് സുഷിനെ പറയാൻ പോവുകയാണ്. കർത്താവ് വിളിച്ചതിന്റെ ഉദ്ദേശം സുഷിനെ പറയാനുള്ളതാണ്. സുഷിനെ പറയാൻ പോവുകയാണ്. ഇനി ഒരുത്തനെ കൈ കിട്ടിയാൽ പോലും പറയല. അടുത്തത്, പ്രാർത്ഥനാ മുറിയിൽ നിന്ന് കുഞ്ഞുങ്ങൾ നന്നാകാൻ പ്രാർത്ഥിക്കും. ഒരു നശിച്ചു പോകുന്ന ഒരുത്തന് വേണ്ടി അവന്റെ പേരെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ ഭൂമിയിൽ ജീവിച്ചതുകൊണ്ട് കർത്താവിന് ഒരു നന്മയുമില്ല. സഹോദരാ, നീ പ്രാർത്ഥിക്കുന്നത്, യേശുവേ നിനക്ക് വേണ്ടി ഒരുത്തൻ, എന്റെ വീട്ടിനടുത്തുള്ള ഇന്നവൻ, എന്റെ അപ്പുറത്തുള്ള ഇന്നവൻ, ആ പൂജാരി, ആ ഹിന്ദു, ആ മുസൽമാൻ, അവനൊക്കെ രക്ഷയിലേക്ക് കൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്നേ കൊണ്ട് യേശുവിന് യാതൊരു ഗുണവുമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒന്ന് മാറാൻ തീരുമാനിക്കാം. 2024 നമ്മളുകൊണ്ടാണ് സംഭവിക്കേണ്ട. 2025 ഭയാനകമായ വർഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ഷാമം ഭൂമിയിലേക്ക് വരാൻ ഇനി വലിയ താമസമില്ല. അമേരിക്കയും മെയിൻ രാജ്യമായ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ജോയിന്റായി മുസ്ലിം രാജ്യങ്ങളെ അടിക്കാൻ തുടങ്ങിയാൽ ക്ഷാമത്തിന്റെ വെടിക്കെട്ടായി. കാരണം ദൈവം കാലാകാലങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ പഠിക്കുമ്പോൾ, അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവായിരുന്നു. പുള്ളി എന്നെ കൊടുത്ത ക്ഷാമം കൊടുത്തില്ലേ? എത്ര വർഷം കൊടുത്ത ക്ഷാമം? ആദ്യത്തെ ക്ഷാമം ഉണ്ടായ എത്ര വർഷമാണ്? ആർക്ക് പറയാൻ പറ്റും? സണ്ടസ്കൂൾ മാഷി എത്ര വർഷം ആദ്യത്തെ ക്ഷാമം? ആരെ പറഞ്ഞില്ല? എത്ര വർഷം കൊടുത്തു ആദ്യത്തെ ക്ഷാമം? അബ്രഹാം തന്റെ മോനെ പോലും വിശ്വാസത്തിൽ അർപ്പിക്കാൻ പോയവനാണ്. പക്ഷെ കനാദേശത്തിൽ ക്ഷാമം വന്നു. ഒന്നും തിന്നാനില്ല. എന്നാ ചെയ്തു? ഇവിടെ എങ്ങോട്ട് പോയി? ഇസ്ലാമിലോട്ട് പോയി അല്ലേ? എത്ര വർഷം? 7 വർഷം അല്ലേ? അടുത്ത അബ്രഹാം കനാദേശത്തിന്റെ ഭർത്താവാണ്. അവരുടെ തൊപ്പിൽ ദൈവത്തെ ആരാധിച്ചു. കർത്താവ് ശില്പിയായി ഉണ്ടാക്കി കെട്ടിടം പുള്ളി കണ്ടു. പക്ഷേ മോൻ ഇസാക്ക് അതേ 7 വർഷം ക്ഷാമം കൊടുത്തു അല്ലേ? അവനും പോയി ഇസ്ലാമിൽ. അപ്പനുണ്ടായ അതേ സംഭവം അവനവിടെ ഉണ്ടായി. പക്ഷേ ഇസ്ലാമിൽ പോയി അവൻ വിളഞ്ഞപ്പോ 100 മേനി അവനും കിട്ടി, 100 മേനി മോനും കിട്ടി അല്ലേ? അടുത്ത യാക്കോബ് ക്ഷാമം ഉണ്ടായോ? യാക്കോബ് ക്ഷാമം ഉണ്ടായിട്ട് 7 വർഷം കൊടിയ ക്ഷാമം ഉണ്ടാവുമെന്ന് യാക്കോബിന്റെ മോനായ യോസേഫ് ആത്മാവിൽ കാണുകയും
അത് ഫറവോൻ കാണുകയും ഫറവോന് വിവരിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ആ 7 വർഷം എല്ലാ നാടിലെല്ലാം ക്ഷാമം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പിന്നെ നെൽമണി മേടിച്ച് വിത്ത് മേടിച്ച് സ്റ്റോക്ക് ചെയ്യുകയും അപ്പന്റെ കൂടെയുള്ള മറ്റു മക്കളും എല്ലാം കൂടെ ചേർന്ന് അവൻ്റെ ചെന്നു അല്ലേ, ഇസ്രായേലിൽ ചെന്നു. അപ്പം ദൈവത്തിന് ക്ഷാമം വരൂലേ? അപ്പം ദൈവം കാലാകാലങ്ങളിൽ നിന്നെയും എന്നെയൊക്കെ നന്നാക്കാൻ ദൈവം ചെയ്യുന്ന ഒരു പണിയാണ് ക്ഷാമം കൊണ്ടുവരുന്നത്. അത് വരാനുള്ള സമയം ഏറ്റവും ആസന്നമായി. ഇത് ചിക്കൻ വേണ്ട, മട്ടൻ വേണ്ട, ഉട്ടൻ വേണ്ട എന്തൊക്കെ പറയുന്ന വിശ്വാസിയെ കഞ്ഞി കിട്ടാൻ നീ വിഷമിക്കുന്ന കാലം വരും. അതുകൊണ്ട് ഈ ലോകം നമുക്ക് ഒരിക്കലും നന്മയല്ല. ഈ ലോകം ഭയാനകമാണ്. ഇനിയുള്ള ജീവിതം തന്നെ ഭയാനകമാണ്. യുദ്ധവും ക്ഷാമവും വെറിക്കൂത്തും ദുർനടപ്പും അശുദ്ധിയുമായി മനുഷ്യനല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ദൈവത്തിന്റെ ആ ന്യായവിധിയുടെ കാലം അടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവങ്ങളെ നമ്മൾ ഒരുങ്ങിയിരിക്കണം. കർത്താവിന്റെ വരവ് ഈ സമയങ്ങളിൽ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കപ്പെടുവാൻ, ആ കണ്ണീരില്ലാത്ത ലോകത്തേക്ക് നമ്മൾ മാറ്റപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുന്ന ദിവസങ്ങൾ ഏറ്റവും ആസന്നമായി. അതുകൊണ്ട് ഇനി ഇവിടെ വെട്ടിപ്പിടിക്കാനുള്ള ചിന്തയല്ല, നിന്റെ ആത്മാവിന്റെ ഉടയവനായ കർത്താവിലേക്ക് ചേരുവാനുള്ള സമയമാണ്. അതുകൊണ്ട് നീ ആത്മാവിൽ ശക്തമായി നിൽക്കേണ്ട ദിവസങ്ങളാണ്. അല്ലാതെ ഇവിടെ നമ്മൾ കുറെ ഉണ്ടാക്കി ഇനി മുന്നോട്ട് പോകാൻ ചിന്തിക്കണ്ട. കാരണം ഓർത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യ ശത്രുവാണ്. ഒരു മുസൽമാന് ഒരു ക്രിസ്ത്യാനിയെ കാണത്തില്ല, ഒരു ക്രിസ്ത്യാനിക്ക് ഒരു മുസൽമാനെയും ഒരു ഹിന്ദുവിനെയും കാണത്തില്ല. അങ്ങനെ തമ്മിൽ അടിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നു. മാത്രമല്ല ആണോടും പെണ്ണോടും അവലംബനം ചെയ്യുക. ഇന്നലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിയമം പാസ്സാക്കി. എന്താ നിയമം? അമ്മയ്ക്ക് മോനെ കെട്ടാം, അപ്പന് മോളെ കെട്ടാം, വഴിയരികിൽ സെക്സ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പള്ളിയിൽ പോണെ അവിടെ കിടന്ന് സെക്സ് ചെയ്യാം, ടാക്കീസിൽ പോകണമെങ്കിൽ അവിടെ സെക്സ് ചെയ്യാം, പരസ്യമായിട്ട് ചെയ്യാം. നിയമം എഴുതി ഉണ്ടാക്കിയതാണ്. പറഞ്ഞിട്ട് ആണിനെ കെട്ടാം, പെണ്ണിനെ കെട്ടാം. ഏറ്റവും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആണിനെ പെണ്ണിനെ വിവാഹം കഴിക്കുക. സോദോം ഗൊമോറയുടെ അതേ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ദൈവം ചുമ്മാതിരിക്കുമോ? കർത്താവിന്റെ കോപത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാനുള്ള സമയമായി. ദൈവമക്കളെ, ഇതിന്റെ നടുവിലാണ് ഭക്തന്റെ ജീവിതം എന്ന് നമ്മൾ പറഞ്ഞു പോയത് അല്ലേ? ഈ പിള്ളേരുടെ കയ്യിലിരിക്കുന്ന ബോംബുണ്ടല്ലേ, മൊബൈല്, ഇവന്മാർ ഇതുവഴി എന്താ കാണുന്നത്? ഭക്തൻ കാണുന്നതാണോ കാണുന്നത്, അതോ ഭക്തി കെട്ടത് കാണുന്നവരാണോ കാണുന്നത്? പരീക്ഷ ജാതിക്കാരനല്ല, അവന് പാപം ചെയ്തതിൽ ഒരു പേടിയില്ല. അവൻ പാപം ചെയ്തില്ല, ചിലര് ഇങ്ങനെയുള്ള വേഷമായ ഒന്നും കാണത്തില്ല. പക്ഷെ കർത്താവിന്റെ മക്കൾ എന്ന് പറയുന്ന വിശ്വാസികളുടെ മക്കളായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ കാണാൻ പ്രേരിപ്പിക്കുന്നത്. കാണണം, അത് കാണണം, ഇത് കാണണം എന്ന് പറഞ്ഞ് കാണിക്കുന്ന നിങ്ങളെ ആയിരിക്കും. കാരണം നിന്നെ അവൻ നോട്ടം, ജാതിക്കാരുടെ നോട്ടമില്ല. അതുകൊണ്ട് ഇന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കാനുള്ള ഒരു തീരുമാനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 2025 പരിശുദ്ധാത്മാവിൽ യാത്ര ചെയ്യുക. ഓരോ വർഷവും നിന്നെ പിശാച് കെട്ടിയിട്ടെങ്കിൽ ഇന്ന് നീ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനാകാൻ പോകുക. എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ മഴ ഇന്ന് ഞാൻ പെയ്ത് ആ മഴയിൽ ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പിശാചിന്റെ ശക്തികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ എന്നെയും എന്റെ മക്കളെ കരങ്ങളിൽ വഹിക്കുന്ന ഒരുവൻ എന്റെ കൂടെ ഉണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? വായിക്കാം, നമ്മൾ പറഞ്ഞ വാക്യം വായിക്കാം. നിങ്ങളെ പോലെ ഒരു സഭയാണ് ഏത് സഭ? ഏതാ? ഗലാത്യ സഭ. 1-ാം അധ്യായം 1-ാം അധ്യായം എഴുതുന്ന പൗലോസ് പറയാം, ഇത്ര വേഗം നിങ്ങൾ ഈ കർത്താവിനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോകുന്നത് ആശ്ചര്യമാണെന്ന് പുള്ളി പറയുന്നത്. ജാതീയ സഭയാണ്, കൂടുതലും ജാതികളായ ആൾക്കാർ വരുന്ന സഭയാണ്. അവിടെ യഹൂദനായ പൗലോസ് പോയി സുവിശേഷം പറഞ്ഞ് നേടിയ കുറെ ആൾക്കാരും അതുപോലെ മറ്റുള്ള അപ്പസ്തലന്മാരും എല്ലാം ചെന്നു ശുശ്രൂഷിക്കുന്ന സഭയാണ് ഗലാത്യ സഭ. 1-ാം അധ്യായത്തിൽ തന്നെ പ്രശ്നം. 1-ാം അധ്യായം പറയുന്നതല്ല, നമുക്ക് അതുകൊണ്ട് ചിന്തിക്കാൻ പോവാം. ഞാൻ ഇനി പുതിയ നിയമം പഠിപ്പിക്കാനാണ് പറഞ്ഞത്. പഴയ നിയമം പഠിപ്പിച്ചിട്ട് ഒരു കാര്യം നിങ്ങൾ മാറ്റം വരുന്നില്ല. വായിച്ച എന്റെ 1:6 വായിച്ചേ, 1:6 പെട്ടെന്ന് വായിച്ചേ. നമുക്ക് അതല്ല നമ്മുടെ വിഷയം. ഞാൻ ആ ഗലാത്യ ഒന്ന് എടുത്ത് കാണിച്ചിട്ട് പോകാൻ നോക്കണം. ഇത്ര വേഗത്തിൽ മാറിപ്പോയി ഉണ്ടോ? അപ്പോ നമ്മളറിയില്ലേ? ആണോ? എത്ര കേട്ടാലും നമ്മൾ മാറിപ്പോവല്ലേ? നമ്മുടെ പിള്ളേർ മാറിപ്പോവല്ലേ? ആണോ ഈ മക്കളെ?
ഇനി ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്ന സാധനം നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മൾ മാറിപ്പോവുകയാണോ നിൽക്കുകയാണോ? മാറിപ്പോലെ. പൗലോസ് പറയുക, ഇത്ര വേഗം ഈ സുവിശേഷം വിട്ട് നിങ്ങൾ മാറിപ്പോയല്ലോ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. പൗലോസ് അവിടെ ചെല്ലുന്നു, ഈ സഭയിലോട്ട് ചെല്ലുന്നു. കേഫാവ് പത്രോസിന് ചെല്ലുന്നു. കേഫാവ് പൗലോസിനെ കാണുമ്പോൾ യഹൂദനെ പോലെയൊക്കെ നിൽക്കുകയും കഴിയുകയോ ചെയ്യും. പക്ഷേ മറ്റുള്ള യഹൂദന്മാര് വരുമ്പോൾ എന്ത് ചെയ്യും? പത്രോസ് എന്ത് ചെയ്യും? ഈ ജാതികളുടെ കഴിയുന്നില്ല, ജാതികളുമായിട്ട് സമ്പർക്കമില്ലാതെ മാറി നിൽക്കും. അവിടെ പൗലോസ് ശക്തമായിട്ട് പത്രോസിനെ വഴക്ക് പറയുക. ആ 2-ാം അധ്യായം കഴിഞ്ഞ് 3-ാം അധ്യായത്തോട് വരുമ്പോഴാണ് നമ്മുടെ തനി സ്വഭാവം വെളിപ്പെടുത്തുക പൗലോസ്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ ഇടയിൽ വരച്ച് കാണിക്കേ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആര് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ ജഡികാവസ്ഥയിലേക്ക് നീ ആത്മാവിനെ ആരംഭിച്ച് ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് നോക്കി യാത്ര ചെയ്തിട്ട് അപ്പോസ്തലന്മാരെ മാറി മാറി വന്ന് വചനം പ്രസംഗിച്ചിട്ട് വചനം കേട്ടിട്ട് നിന്റെ ജീവിതത്തിൽ ഇത്രയും പരാജയം എവിടെ നിന്നുണ്ടായി? നിന്നെ ആരാണ് ഈ മന്ത്രവാദം ചെയ്ത് മയക്കളഞ്ഞതെന്ന് അവർ ആത്മാവ് ചോദിക്കുക. എന്നിട്ട് പറയാണ്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കുന്നു. 4-ലോട്ട് വരുമ്പം പൗലോസ് പറയുക, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പ്രസവവേദന ധരിക്കുക. ഒരു ഉപദേശിന് വിഷമമുണ്ടോ? മക്കളെ, ഇവനെയൊക്കെ ഒന്ന് ക്രിസ്തുവിൽ നിർത്തുവാൻ, ഇവനെയൊക്കെ ഒന്ന് യേശുവുമായി ബന്ധിക്കുവാൻ ആ കാലത്തും ഈ കാലത്തും കൃപയുള്ള ഉപദേശിമാര് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും കരയുകയും വേദനപ്പെടുകയും ചെയ്യുന്നുണ്ടോ? നീ മറന്നുപോയല്ലോ. ഈ 12 വർഷത്തിൽ കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ കരയുന്നത് കർത്താവിനറിയാം. നിങ്ങളുടെ പിന്മാറ്റം, നിങ്ങൾ തിരിഞ്ഞു പോകുന്നത്, നിങ്ങളുടെ മക്കളുടെ യാത്ര, നിങ്ങളുടെ ആത്മീയമായ പരാജയം കണ്ട് കരയുന്ന ഒരുവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ മടുത്ത് ഇവിടുന്ന് പോയേക്കാം. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കരയേണ്ട ആവശ്യമില്ലല്ലോ. ആ ചിന്തയിൽ ഞാൻ പല പ്രാവശ്യം കഴിഞ്ഞ വർഷം മാറിപ്പോകാൻ ആഗ്രഹിച്ചു, കുടിയാമലേക്ക് മാറ്റം ചോദിച്ചു. ഈ വർഷവും ഞാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ കാരണം അതാണ്. നിയമക്കളെ, ഒരു ഉപദേശിയുടെ വിഷമം നിങ്ങൾക്ക് അറിയത്തില്ല, ഒരു ഉപദേശിയുടെ വേദന നിങ്ങൾക്ക് അറിയത്തില്ല. പൗലോസ് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ എന്ത് ചെയ്യാം? പ്രസവവേദന ധരിക്കുക. ആരാ ധരിക്കുന്നത്? വിശ്വാസിയല്ല ധരിക്കുന്നത്. ആരാ ധരിക്കുന്നത്? കർത്താവിന്റെ ദാസനായ പൗലോസ്. ഒരു താഴോട്ട് വായിച്ചേ, പുള്ളി പറയുന്നത് വായിച്ചേ. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ ശബ്ദം ഒന്ന് മാറ്റി ഒന്ന് കരയാൻ പറ്റിയായിരുന്നെങ്കിൽ പുള്ളി പറയാം അല്ലേ? വായിച്ചേ. കൊള്ളാമായിരുന്നു. ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ആത്മാവിൽ ജീവിക്കുന്ന ഒരു ദേവദാസൻ നിങ്ങളുടെ ഉള്ളിൽ ആരെയാ ഉരുവാക്കാൻ നോക്കുന്നത്? എന്നെ ഉരുവാക്കുക എന്ന് പറഞ്ഞാൽ എന്നാ ഉരുവെന്ന് പറഞ്ഞു? 51-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയും, ഇതാ ഞാൻ അകത്തത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അല്ലേ? ഉരുവാകുക എന്ന് പറഞ്ഞാൽ അകത്ത് ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ഉരുവായിക്കൊണ്ടിരിക്കുക. ആദ്യം വീഴുന്ന ആ പിണ്ണാഹാരത്തെ ദൈവം ഉരുവാക്കി എല്ലാ അവയവങ്ങളും കൊടുത്ത് ഒരു 6 മാസത്തിനുള്ളിൽ ഒരു വളർച്ചയെത്തിയ ഒരു കുഞ്ഞായി. പിന്നൊരു അവയവവും പിടിക്കാതെ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ 6 മാസത്തിന്റെ ഉള്ളിൽ തന്നെ ക്ലിയർ ആയി ആ കുഞ്ഞ് ഒരു പൂർണ്ണ രൂപമായി മാറും. 7-ാം മാസത്തിൽ ആ കുഞ്ഞിനെ വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കാം. പക്ഷെ ഒത്തിരി അപാകതകൾ ഉണ്ടാകും. ആ കുഞ്ഞിനെ പിന്നെ പഞ്ഞി വെക്കേണ്ട വരും, അതുപോലെ ഐസിയിൽ വെക്കേണ്ട വരും. പക്ഷെ 6 മാസത്തിനുള്ളിൽ ഈ കുഞ്ഞ് പൂർണ്ണമായി ഉരുവായി തീരും എന്ന് പറഞ്ഞാൽ ദൈവമായി കൊടുക്കേണ്ട അവയവങ്ങളെയൊക്കെ കൊടുത്ത് അതിനെ ഒരു പൂർണ്ണ വളർച്ചയുള്ള കുഞ്ഞാക്കി മാറ്റിയിരിക്കും. അപ്പൊ ദൈവമക്കളെ, ഈ ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിലും ക്രിസ്തു ജനിക്കണം. ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിച്ചാൽ നിനക്ക് ലോകത്തെ പിന്നെ നിനക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിന്നെ നടത്തുന്നവൻ ക്രിസ്തു ആയിരിക്കും. നിന്റെ വണ്ടി, നിന്റെ ഈ ശരീരമാകുന്ന വാഹനത്തെ ഡ്രൈവ് ചെയ്യുന്നവൻ പിന്നെ നീയല്ല, ക്രിസ്തുവാണ് ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് പൗലോസ് പറയാ, എന്റെ ദൈവമേ,
ഈ ഇവന്മാരുടെയൊക്കെ ഉള്ളിലോട്ട് ഈ യേശു ക്രിസ്തു ഒന്ന് ജനിക്കുന്നവരെയും ഞാനാണ് പ്രസവവേദന സഹിക്കുന്നത്, അല്ലേ? പ്രസവവേദന ആരാ സഹിക്കേണ്ടത്? വിശ്വാസിയാണ്, അല്ലേ? പക്ഷെ പൗലോസ് പറയും, ഞാൻ ആ വേദന സഹിച്ചുകൊണ്ടിരിക്കുക. എവിടെയാ വേദന? ദൈവം ഈ മനുഷ്യൻ കരയും. കർത്താവേ, ഇവന്മാരൊക്കെ ഒന്ന് ഗുണം പിടിക്കണമേ, ഇവന്മാരുടെ ഉള്ളിൽ ഒന്ന് യേശു ജനിക്കണമേ എന്നും പറഞ്ഞ് ഈ മനുഷ്യൻ നിലവിളിക്കുക. ദൈവമക്കളെ, എങ്ങനെയാ ഇനി ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിച്ചെന്ന് നിനക്ക് എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? യേശു ക്രിസ്തു ജനിച്ചെന്ന് എങ്ങനെ അറിയാം? ഉള്ളിൽ എങ്ങനെ അറിയാം? യേശു ക്രിസ്തു ഉള്ളിൽ ജനിച്ചെന്ന് എങ്ങനെ അറിയാം? പുതിയൊരു മനസ്സായി കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഉള്ളിൽ ജനിച്ചെന്ന് എങ്ങനെ അറിയാം? ഒറ്റ ചോദ്യം. ആത്മാവില് അത് നിങ്ങൾ യേശു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഒന്നാണ് ആത്മാവിന്റെ ചിന്ത. പക്ഷെ യേശു ക്രിസ്തു ജനിച്ചെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഇനി അവിടെ പോകത്തില്ല, അവിടെ തന്നെ ഇരിക്കുക. ജനിച്ചു. ആ ജനിച്ചവൻ ചില പ്രത്യേകത ഉണ്ടാകും. ആ ജനിച്ചവനോട് യേശു എപ്പോഴും ഇടപെടും. ഇനി യേശു ആരാണ്? അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. യേശു ആരാണ്? യേശു ആരാണ്? ഒന്ന് തെസ്സലോനി വായിക്കുമ്പോൾ അറിയാം. ഒന്ന് തെസ്സലോനി അതിന്റെ 2:13 വായിച്ചു. അപ്പൊ അറിയാം. 2:13 ഒന്ന് വായിക്കുക. അടുത്തത് 1 പത്രോസ് 1:23 വായിച്ചു. ആദ്യം 1 തെസ്സലോനി 1:13. അപ്പൊ ദൈവത്തിന്റെ വചനം ആരാ? ദൈവവചനം ആരാ? യോഹന്നാൻ സുവിശേഷം 1:1 പറയുന്നു, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വെളിപ്പാട് പറയുന്നു, വചനമാകുന്നവൻ യേശു ക്രിസ്തു വചനമാണെന്ന് പറയുന്നു, അല്ലേ? അപ്പം ഈ വചനം ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വചനം നിന്റെ ഉള്ളിൽ ഉരുവാകുന്നുണ്ടെങ്കിൽ, ഉരുവാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചലിച്ചോണ്ടിരിക്കും, വചനം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നീ യാത്ര ചെയ്യുമ്പോൾ, നീ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ഉള്ളിൽ വചനം ഇടപെടുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു പാവത്തിലേക്ക് നീ നോക്കുമ്പോൾ തന്നെ വചനം ഉള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? വചനം ഇങ്ങനെ ചലിക്കുക. അങ്ങനെ ചലിക്കുന്നുണ്ടെങ്കിൽ ആരുള്ളിലുണ്ട്? ആരുള്ളിലുണ്ട്? അന്ന് വായിച്ചേ. പൗലോസ് പറയുന്നുണ്ട്, അത് എന്താ ചെയ്യുന്നത്? ഈ വചനം എന്നാ ചെയ്യുന്നത്? വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. ഇപ്പൊ വായിച്ചത് എത്ര? മനുഷ്യന്റെ വചനമായിട്ടല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ യേശു ഉള്ളിൽ ഉരുവാകാത്തവന്റെ ഒന്നാമത്തെ പ്രശ്നം എന്താ അറിയാമോ? ഇവൻ വചനം കേൾക്കുമ്പോൾ ഇവൻ മനുഷ്യന്റെ വചനമായിട്ടാണ് കാണുന്നത്, അല്ലേ? ഇല്ലേ? നിങ്ങളെല്ലാം കാണുന്നത് എങ്ങനെയല്ലേ? അല്ലേ? മനുഷ്യമായിട്ടല്ല കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ യേശു പണ്ടേ ഉരുവായത് മനുഷ്യന്റെ വചനമായിട്ടാണ് കാണുന്നത്. ഏറ്റവും സഭകളെ എടുത്ത് പഠിക്കുമ്പോൾ ഏറ്റവും വചനം അനുസരിച്ച സഭയാണെങ്കിൽ ആരെന്നറിയാമോ? ആരാ? ഇപ്പൊ നമ്മൾ വായിച്ച സഭയാണ്. 1 തെസ്സലോനി 2 തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അതിന്റെ 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം തോന്നുന്നു, 7-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യം വായിച്ചേ. ഇപ്പൊ വായിച്ചതിന്റെ 1:6 വായിച്ചേ. അങ്ങനെ നിങ്ങൾ മക്കതോന്യയിലും അഗായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. കണ്ടോ? നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം എങ്ങോട്ട് ചെന്നു? എങ്ങനെ ചെന്നത്? നിങ്ങൾ സംസാരിച്ചത് മക്കതോന്യ സഭയിലേക്ക് മുഴങ്ങി ചെന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ യേശുവിന്റെ വചനം ചലിക്കുന്നുണ്ടെങ്കിൽ നീ അത് പുറത്ത് വിട്ടിരിക്കും. നിന്റെ പേര് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അത് മുഴങ്ങി ചെല്ലും. നമ്മളൊക്കെ വചനം
കേൾക്കുന്നത് സാക്ഷാൽ മനുഷ്യരുടെ വചനമായിട്ടാണ് കേൾക്കുന്നത്. ഭാഷയല്ലേ പ്രസംഗിച്ചത്, ദൈവമല്ലല്ലോ പറഞ്ഞത് എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പരാജയം കൊണ്ടുവരുന്നത്. ഇന്ന് പകൽക്കാലം സഭയെ പോലെ നിങ്ങൾ തീരുമാനിക്കുക, സാക്ഷാൽ മനുഷ്യരുടെ വചനമായിട്ടല്ല ദൈവത്തിന്റെ വചനമായി നീ കൈക്കൊണ്ടാൽ നിന്നെ മാറ്റുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടുമെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ടോ? വചനം നിനക്ക് രൂപാന്തരം വെക്കുന്നത്, വചനം നിന്നെ പണിയുന്നത്, വചനം നിന്നെ ചലിപ്പിക്കുന്നത്, വചനം നിന്നെ ആത്മാവിൽ നിറയുന്നത്. വചനത്തിന്റെ ശക്തി നിന്നെ ചലിപ്പിക്കുന്നതല്ലോ. വചനത്തിന്റെ ശക്തി നിന്റെ മേൽ മാനസാന്തരം കൊണ്ടുവരുന്നതാ. അത് മനുഷ്യന്റെ വചനമായി കേട്ടാൽ നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, മനുഷ്യന്റെ വചനമായി കേൾക്കരുത്. വചനം പ്രസംഗിക്കുന്നത് ഒരു സഹോദരനാണെങ്കിൽ അവൻ പറയുന്നതായിട്ട് കേൾക്കരുത്. എങ്ങനെയാ കേൾക്കേണ്ടത്? ഈ 66 പുസ്തകവും ദൈവത്തിന്റെ വചനമാണ്. ഇത് പൊരുത്തം പറയുമ്പോൾ നീ ഓർത്തോണം, അവനെ നോക്കണ്ട. അവൻ ചിലപ്പോൾ അശക്തനായിരിക്കും, പറയാനുള്ള കപ്പാസിറ്റി ഇല്ലായിരിക്കും, അവൻ വിൽക്കുകയായിരിക്കും പറയുന്നത്. പക്ഷെ വചനം ദൈവത്തിൻ്റെതാണ്. ആ വചനം നീ മനുഷ്യന്റെ വചനമായി കണ്ടാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം വരുത്തില്ല. പക്ഷെ പൗലോസ് പറയുക, നിങ്ങൾ അത് ദൈവത്തിന്റെ വചനമായി കണ്ടു. അവിടെയാ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഇതാവട്ടെ വായിച്ചേ. കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്ന് മക്കെദോന്യയിലും അഖായയിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസ്തുതമായിരിക്കുന്നു. ദൈവത്തിന്റെ വചനം എവിടെയൊക്കെ ചെന്നു? മക്കെദോന്യയിലും അഖായയിലും നിങ്ങൾ നിമിത്തം ഈ വചനം മുഴങ്ങിച്ചെന്നു. വിജയസഹോദരന്റെ ജീവിതത്തിൽ കാണുന്ന ഒരാളോടെങ്കിലും ഇന്ന് വരെ സുവിശേഷം പറഞ്ഞെന്ന് വിജയസഹോദരൻ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറ്റുമോ? പറഞ്ഞ ആളുടെ പേര് ഓർമ്മയുണ്ടോ? ഒരാളുടെ പേര്, ഒറ്റൊരാളുടെ. എവിടെ? ഇവിടെ ഇരിക്കുന്ന കാവേരി സഹോദരി ഒരാളോടെ സുവിശേഷം പറഞ്ഞോ? ഒറ്റ ആളോടെങ്കിലും ഇവിടുന്ന് കേട്ട വചനം ഒരാളോടെ പറഞ്ഞിട്ടുണ്ടോ? ഒരാളുടെ പേര് പറഞ്ഞു, ഒറ്റയാളുടെ പേര്. ആങ്ങളന്മാരോട് ആ പോട്ടെ, വീട്ടിലെങ്കിലും പറഞ്ഞല്ലോ. ചിന്നു പുള്ളി മുറുക്കാക്കടയിൽ പറയും, മുറുക്കാക്കടയിൽ സുവിശേഷം പറയും, പൊടി മേടിക്കുന്ന കടയിൽ സുവിശേഷം പറയും. കാരണം ചേട്ടാ, കർത്താവിനെ അറിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പം ചേട്ടനും പൊടി മേടിക്കാം. കുറച്ച് നാളത്തേക്ക് മാത്രം പൊടി വിട്ടാൽ മതി, അതിനുശേഷം ചേട്ടനും പൊടി തിന്നാം. വെറ്റില മുറുക്കാൻ കുറച്ച് നാളത്തേക്ക് വിട്ടാൽ മതി, അതിനുശേഷം ചേട്ടനും വെറ്റില മുറുക്കാം. ആ സുവിശേഷം നീ പറഞ്ഞേ? അല്ലേ? അല്ല സുവിശേഷം പറഞ്ഞോ? അവൾ സുവിശേഷം പറഞ്ഞിട്ടില്ല. വെറ്റില തിന്നാനും പറഞ്ഞിട്ടില്ല, മുറുക്കാൻ തിന്നാനും പറഞ്ഞിട്ടില്ല. ദൈവങ്ങളെ, ക്രിസ്തുവിനെ ഇത് നിന്റെ ഉള്ളിൽ നിന്ന് മുഴങ്ങി ചെല്ലണമെങ്കിൽ നിന്റെ അകത്ത് ക്രിസ്തു ജനിക്കണം. അല്ലേ? വചനമാകുന്ന ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിച്ചാൽ അടുത്ത പണി. അതിന് 2:13 വായിച്ചു. 2:13 ഇനി നമുക്ക് അവിടെ നോക്കി 2:13 വായിക്കാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടത് അല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ. വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? എന്നാ ഈ വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ, മണ്ണെണ്ണ നമ്മൾ എന്തെങ്കിലും ഒരു കറിയിൽ ഒഴിച്ചാൽ അത് മൊത്തം വ്യാപരിക്കല്ലേ? അതില് നിന്റെ ശരീരത്തിൽ നിന്റെ ബുദ്ധിമണ്ഡലങ്ങളായ സ്ഥിരയിൽ നീ കേൾക്കുന്ന വചനം സംഗ്രഹിക്കുമ്പോൾ നിന്റെ തലയിൽ നിന്ന് താഴോട്ട് ഇത് വ്യാപരിക്കുക. പിന്നെ നിന്റെ യാത്ര വചനത്തിലാണ്. അല്ലേ? യേശു ക്രിസ്തു നിന്നെ ചലനമെടുക്കുക, അവന്റെ വചനം നിന്നെ നടത്തുക, അവന്റെ വചനത്തിന്റെ ശക്തി നിന്നെ, അവന്റെ ആ വല്ലഭത്തിന്റെ ശക്തി നിന്നെ വചനത്തിലൂടെ നടത്തുക. കാരണം പിശാചിന്റെ മുമ്പിലും യേശു വചനം കൊണ്ട് അടിച്ച പിശാചിനെ വചനം കൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ കാരണം പിശാച് ഓടുന്ന രീതിയിൽ വചനം കൊണ്ട് തന്നെ തിരിച്ചടിച്ച ആ യേശുവിന്റെ ആ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോൾ വചനം കൊണ്ട് സാധിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ വചനം പറഞ്ഞ പിശാചിനെയും നിന്റെ മുമ്പിൽ നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങളെയും നീ വചനം പറഞ്ഞ് സാധിക്കും. കാരണം നിന്റെ ഉള്ളിലേക്ക് യേശു എന്ന വചനം ഇന്നലെ വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധി മഞ്ഞകളെ തുളയ്ക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വചനം കൊണ്ട് നീ
ആ ഏതാ ഏതാ കൃപ അല്ല സോറി ഏതാ 6-7 കാര്യങ്ങളുള്ളത്? നിങ്ങൾക്ക് പോരാട്ടമുള്ളത് അല്ല അതല്ല എന്നാ വർഗോ? സർവായുധ വർഗം അല്ലേ? അതിനകത്ത് ഒരു വർഗമാണ് ഏതാ? വചനം എന്ന ആത്മാവിന്റെ വാള് അല്ലേ? ഇത് വചനം ഉള്ളിൽ ചുമ്മാ ഇരിക്കുകയല്ല കേട്ടോ. യേശു നിന്റെ ഉള്ളിൽ ചുമ്മാ ഇരിക്കുകയല്ല. വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിന്റെ ഉള്ളിൽ വാളായിട്ടാണ് വെളിപ്പെടുന്നത്. നീ വചനം പ്രസംഗിക്കുമ്പോൾ പിശാചിന്റെ ശക്തി നിന്നോട് പോരാടുന്നുണ്ടെങ്കിൽ, ഞാൻ പറയാം, അച്ചായൻ ഇവിടെ നിന്ന് വചനം പ്രസംഗിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ പിശാചി രാത്രി അച്ചായനെ അടിച്ച് മണക്കുന്നതായിട്ട് അച്ചായനാണ്. എന്താ കാരണം? വചനം പ്രസംഗിച്ചാൽ ഈ നാട്ടിലുള്ള പിശാചിനെ പോലും ഇറങ്ങാൻ പറ്റും. കാരണം വചനം പ്രസംഗിച്ചാൽ പൗലോസ് എഫെസോസിൽ പോയി വചനം പഠിപ്പിച്ചു, അതിനുശേഷം വചനം പ്രസംഗിച്ചു. എന്നാൽ പറയാണ് അസാധാരണമായ പ്രവർത്തികളെ ദൈവം അവിടെ ചെയ്തു. പൗലോസ് പോയില്ല, ഒരു മന്ത്രവാദിയുടെ വീട്ടിൽ പോയില്ല, ഒരു ശബരവാദിയുടെ വീട്ടിൽ പോയില്ല. പൗലോസ് വചനം പഠിപ്പിക്കുകയും തെരുവിൽ പ്രസംഗിക്കുമ്പോൾ തന്നെ മന്ത്രവാദികളുടെ ഏർപ്പിളകി. അവന്മാർ പറയുക, ഇനി ഒരു മന്ത്രവാദം ഇവിടെ വേണ്ട, എല്ലാം കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ചുറ്റുകളഞ്ഞു. വചനം വ്യാപരിക്കുന്നോ? യേശു നിന്റെ ഉള്ളിൽ ഉരുവായാൽ നിന്നിൽ നിന്ന് ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, വചനത്തിന്റെ ആ ശക്തി നിന്റെ ഉള്ളിൽ ഇതുവരെ വ്യാപരിക്കാത്തത് കൊണ്ടോ നീ പാപത്തിൽ കിടക്കുന്നത്. ഈ 2024 അവസാന നാളിൽ പരിശുദ്ധാത്മാവ് പറയുക, ഈ വചനത്തിന്റെ ശക്തി ഒന്ന് വ്യാപരിപ്പാൻ. ദൈവമേ, കേൾക്കുന്ന വചനം മാനുഷികമായിട്ട് ഞങ്ങൾ ചിന്തിക്കാതെ ദൈവത്തിന്റെ വചനമായി, ദൈവത്തിന്റെ വചനമായി വചനമായി എടുത്താൽ നിന്റെ ഭവനത്തിൽ അത് വ്യാപരിക്കും, നിന്റെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കും. കൃത്യനിഷ്ഠയോടെ കൂടെ നീ പ്രാർത്ഥിക്കും, നീ ഉപവസിക്കും, നീ ആരാധിക്കും, ദൈവത്തെ ആത്മാവിൽ സ്തുതിക്കും. കാരണം ഈ വചനത്തിന്റെ ഉള്ളിൽ കയറി അടങ്ങിയിരിക്കാൻ പറ്റിയല്ല. കാരണം ഇത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം ഇതാണ്. നമ്മുടെ മക്കളിലേക്കും ഈ വചനം ഒന്ന് വ്യാപരിക്കണമേ കർത്താവേ. അവരുടെ വിശ്വാസത്തിന്റെ ഏടുകൾ എവിടെയാണ് വെളിപ്പെടുന്നത്? വചനത്തിലൂടെയാണ് അല്ലേ? എന്റെ മക്കളുടെ ഉള്ളിലേക്ക് വ്യാപരിക്കുന്നത് എന്താ? വചനം. വചനം വ്യാപരിച്ചാലേ അവർക്ക് അത് മുഴങ്ങി ചെല്ലുവാൻ കഴിയുന്ന രീതിയിലേക്ക് കർത്താവ് അവരെ മാറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വചനം വ്യാപരിക്കാത്തതാണ് നമ്മുടെ തലമുറയിലും നമ്മളിലും ഉണ്ടായിരിക്കുന്നത്. മാനുഷികമായ പ്രസംഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ? ഇവിടെ അച്ചായ പ്രസംഗിക്കുന്നത് മാനുഷികമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പ്രസംഗിക്കുന്നത് പാസ്റ്ററല്ലേ പറഞ്ഞത്. നിങ്ങളോട് ആരാ പറയേണ്ടത്? പാസ്റ്റർ പറഞ്ഞാലും വചന പറയുന്നത്. ഈ 66 പുസ്തകവും പരിശുദ്ധാത്മാവിൽ നിയോജകമായി എഴുതിയ പുസ്തകമാണ്. ഇതിനകത്ത് ഇനി വേറെ ആര് പറഞ്ഞാലും ഇത് വചനമല്ലാതായി മാറത്തില്ല. കൃപയേറിയവരെ ദൈവം പറഞ്ഞു വിടുമ്പോൾ സഭയിലുള്ള സഹോദരന്മാരെ പ്രാർത്ഥിച്ചൊരുങ്ങി അവർ പ്രസംഗിക്കുമ്പോൾ നിനക്കത് മനുഷ്യമായി തോന്നിയാൽ ഒരു കാര്യവുമില്ല. എന്നോട് കർത്താവാണ് ഇടപെട്ടതെന്ന് നീ പറഞ്ഞാൽ ആ വചനം നിന്നിൽ വ്യാപരിക്കും. ഇനി 1 പത്രോസ് 1:23 കൊണ്ട പണിയുണ്ടോ? ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയില്ല. കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ 1:23 കെടുന്ന ബീജത്താലല്ല. എന്ന ദൈവങ്ങളെ പത്രോസ് അങ്ങനെ പറയാൻ കാരണം എന്നാ? ഈ കെടുന്ന ബീജത്താലല്ല. ഇതിനാണെങ്കിൽ മനസ്സ് ഇറങ്ങിപ്പോയപ്പോ ഇറക്കണം. കെടുന്ന ബീജത്താലല്ല. എന്താ ഈ കെടുന്ന ബീജം? നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞ എന്താ കെടുന്ന ബീജം? എന്താ മനസ്സിലായോ? പക്ഷേ മനസ്സിലായോ? കെടുന്ന ബീജത്താലല്ല. ഇതുവരെ കേട്ടിട്ടില്ലേ ഈ വചനം? കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? എന്നാ അവർ പറഞ്ഞേ? കേട്ടത് എന്നാ പറഞ്ഞേ?
ഓർക്കുന്നില്ല. ഒരു മനുഷ്യനിൽ നിന്ന്, ഒരു ആണിൽ നിന്ന് പുറപ്പെടുന്ന ഒന്നാണ് ബീജം, അല്ലേ? 10ാം ക്ലാസ്സൊക്കെ പഠിച്ച പിള്ളേർക്ക് അറിയാം. ബീജം പുറപ്പെടുമ്പോൾ ഒരു ഉദരത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഉദരത്തിൽ ഒരു കുഞ്ഞു ഉരുവാകുക, അല്ലേ? പത്രോസ് പറയുക, അങ്ങനെ ഉരുവായതല്ല ഇത്. ഏതാ ഈ രക്ഷാപദ്ധതി? അങ്ങനെ ഉരുവായതല്ല, കെടുന്ന ബീജത്താലല്ല എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന ബീജത്താൽ അല്ല ഞാനും നീയും രക്ഷിക്കപ്പെട്ടത്, ഞാനും നീയും ഇതിലേക്ക് വന്നത്. എങ്ങനെയാ? താവോട്ട് വായിച്ചേ. കെടാത്തതിനാൽ ജീവനുള്ളതും, അല്ലേ? ഒരു പുരുഷനിൽ നിന്ന് പുറപ്പെടുന്ന ബീജം അത് ഒരു സ്ത്രീയുടെ ഉള്ളിൽ അത് നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യാം. ചുമ്മാതെ ചിലപ്പോൾ പുറത്തേക്ക് പോയെന്ന് വരാം. പക്ഷേ വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിന്റെ വചനത്താലുള്ള വീണ്ടും ജനനം പ്രാപിച്ച നിനക്ക് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ആ ജീവനുള്ള ദേവിയായി നിന്നെ മാറ്റുന്നത് ദൈവത്തിന്റെ വചനമാണെന്ന ആര് പറയുന്നത്? പത്രോസ് പറയുന്നില്ലേ? വായിച്ചേ. ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെയാ ഈ വീണ്ടും ജനനം എങ്ങനെയാ ഉണ്ടാകുന്നത്? എങ്ങനെയാ ഉണ്ടാകുന്നത്? വീണ്ടും ജനനം ഉണ്ടാകുന്നത്? ആ വാക്യം വായിച്ചായിരുന്നോ? എങ്ങനെയാ വീണ്ടും ജനനം ഉണ്ടാകുന്നത്? പൗരന്മാരെ പറഞ്ഞേ. ഞാൻ പ്രസംഗിക്കാൻ പോയാൽ കാര്യം നടക്കൂല. എങ്ങനെയാ ഈ വീണ്ടും ജനനം ഉണ്ടാകുന്നത്? അതാണോ വായിച്ചില്ലേ? ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ വീണ്ടും ജനിച്ചത്? ദൈവവചനത്താൽ. എന്റെ പൊന്നു ദൈവങ്ങളെ, ഈ പല അവന്മാരും പെന്തക്കോസ്തുകാരും ഈ പാസ്റ്റർമാരും അതുപോലെ വിശ്വാസത്തിലൊക്കെ ഉടായ്പ കാണിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇപ്പം വചനത്താലല്ല ജീവിച്ചത്. അല്ലേ? വചനത്താൽ ജനിച്ചവൻ ഉടായ്പ കാണിക്കത്തില്ല കേട്ടോ. വചനത്താൽ ജനിച്ചവൻ പണത്തിന്റെ പുറകെ പോകത്തില്ല, ലോകമോഹത്തിന്റെ പുറകെ പോകത്തില്ല, അവൻ പണവും പ്രതാപവും തേടി പോകത്തില്ല. ഇന്ന് കുറെ കള്ളന്മാര് പണത്തിന് വേണ്ടി ആൾക്കാരെ ഞെക്കി പിഴിഞ്ഞിട്ട് ഇവന്മാരും പ്രവചനം പറഞ്ഞ് ആ പാവങ്ങളിൽ നിന്ന് പൈസ പിഴിഞ്ഞിട്ട് മീഡിയയിൽ മുഴുവൻ ഇവന്മാരുടെ പേരാ. മീഡിയക്കാര് മൊത്തം പറയാം പെന്തക്കോസ്തുകാര്. ഇവനൊക്കെ എവിടെങ്കിലും ഒരു സഭ തുടങ്ങിയിട്ട് അവിടെ കയറി 10 പേരെയും വിളിച്ചു കൂട്ടി തുടങ്ങിയിട്ട് 1000ങ്ങളെ പറ്റിക്കും, പ്രവചനം പറയും. നിങ്ങളുടെ മക്കൾ അമേരിക്ക, നിങ്ങളുടെ മക്കൾ ആഫ്രിക്ക, നിങ്ങളുടെ മക്കൾ നാട്ടെ ഭയങ്കര നന്മ പ്രാപിക്കാൻ പോകുന്നു, ഇങ്ങോട്ട് പോകാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടും, പോരാ പറയുക. ഇതൊന്നും ദൈവത്തിന്റെ വചനത്താൽ ജനിച്ചവരല്ല. ഇതൊക്കെ ആരോ രോഗശാന്തി പറഞ്ഞ്, ആരോ നിനക്ക് നന്മ കിട്ടുമെന്ന് പറഞ്ഞ് വന്ന് പെന്തക്കോസ്തിൽ ചേക്കേറിയതാ. ഇതൊന്നും വീണ്ടും ജനനം പ്രാപിച്ചവരല്ല കേട്ടോ. വീണ്ടും ജനനം പ്രാപിക്കുന്നവൻ കെടുന്ന ബീജത്താലല്ല, കെടാത്തതും പിന്നെ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിന്റെ വചനം. കർത്താവായ യേശു ഇങ്ങനെയാ പറഞ്ഞത്, ആകാശം മാറും, ഭൂമി മാറും, വചനത്തിന്റെ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും മാറത്തില്ല. കാരണം യേശു ഒരിക്കലും മാറുന്നവനല്ല. അതുകൊണ്ടാ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഈ വചനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ വചനം ഒരിക്കലും മാറാത്തതാണ്. ഇത് നശിച്ചുപോകുന്നതല്ല, ഇത് കെടുന്ന ബീജത്താൽ ഉണ്ടായതല്ല. ഇത് ആത്മാവിൽ ഉരുവായ ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, അത് നിന്നെ രൂപാന്തരപ്പെടുത്തും, നിനക്ക് മാറ്റം സംഭവിക്കും, നിന്നെ ദൈവത്തിന്റെ കൃപയിലേക്ക് കൊണ്ടുവരും. കാരണം ഇത് ജീവനുള്ളതാണ്. ഇത് ഉള്ളിൽ കയറിയാൽ നീ ജീവനുള്ള ദേഹിയായി മാറുക. അല്ലേ? നിന്റെ ജഡം നശിക്കും, പകരം നിന്റെ ആത്മമനുഷ്യൻ ഉണരും. ഞാൻ പറഞ്ഞല്ലോ, നീ തലയിലോട്ട് കെട്ടി വെക്കുന്ന ഈ സാധനം ഇവിടെ ചുമ്മാ ഇരിക്കുകയല്ല, ഇത് ഇങ്ങനെ താഴോട്ട് പടരുക. നീ നടക്കുമ്പോ പറയും, വചനം പറയും, നടക്കുമ്പോൾ നിന്റെ ഉള്ളിൽ വചനം തരും. ഞാൻ ഞാന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ പ്രാർത്ഥിക്കാനല്ല കർത്താവ് പറയുന്ന വചനം ഇങ്ങനെ തരിക. ഇപ്പൊ എന്റെ വചനത്തിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പൊ
എനിക്ക് മനസ്സിലായി കർത്താവ് ഇപ്പൊ ആഗ്രഹിക്കുന്നത് വചനം പ്രാർത്ഥിക്കാനല്ല, വചനം ചിന്തിക്കാനാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വചനം ചിന്തിച്ചു. കാരണം അഹങ്കാരം പറയുന്നതല്ല, ഏറെക്കുറെ വചനമൊക്കെ എന്റെ ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് ബൈബിൾ വായിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ വചനത്തോടെ പോകും. ദൈവങ്ങളെ, ഈ വചനം നമ്മുടെ ഉള്ളിൽ ചലിക്കാൻ തുടങ്ങും, നമ്മളെ ചിന്തിപ്പിക്കാൻ തുടങ്ങും. നമ്മളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ഈ വചനത്തിന് കഴിയും. അന്ധകാര മണ്ഡലങ്ങളുടെ മുമ്പിൽ നീങ്ങിരിക്കുമ്പോഴും വചനത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഇതിങ്ങനെ അങ്ങോട്ട് വ്യാപരിക്കും. ദേശത്ത് വചനം പ്രസംഗിക്കുന്ന ഒരുവൻ വരുമ്പോൾ ആ ദേശത്ത് കർത്താവിന്റെ ശക്തി മുഴങ്ങി ചെല്ലും. അത് പിശാചിന്റെ കൂടാരങ്ങൾ ഇടിക്കുന്ന രീതിയിലേക്ക് അത് മുഴങ്ങി ചെല്ലും. നിന്നോട് പിശാച് വളവെട്ട്, പക്ഷെ അത് ജയിക്കത്തില്ല. കാരണം അവൻ പരാജയപ്പെടും. കാരണം നിന്റെ ഉള്ളിലുള്ളത് ആത്മാവിന്റെ വാള. ഇതുകൊണ്ട് നീ ആത്മാവിൽ വെട്ടും. ഇവിടെ പറയുക, നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. നമ്മുടെയൊക്കെ ബന്ധക്കോസ്തുകാരുടെ വിഷമം അറിയാമോ? ചില മാസ്റ്റർമാർ ദൂഷണം പറയാമോ? പറയുന്നത് വചനം കൊടുക്കില്ല. എന്നാ പറയുന്നത്? സഹോദരാ, നിങ്ങൾ ഞങ്ങളുടെ ചർച്ചയോട് പറയാം, കടഭാരം മാറും. സഹോദരാ, രോഗം മാറും. സഹോദരാ, പ്രശ്നങ്ങൾ മാറും. നിന്റെ ഭർത്താവിന്റെ മദ്യപാനം നിൽക്കും. ഇങ്ങോട്ട് പോരെ. ചർച്ച വന്നതിന് ശേഷം പിന്നെ അനുഗ്രഹം മാത്രം സഹിക്കും. ഇവർക്ക് ഒരിക്കലും ഗുണീകരണമായ ഒരു വചനം കേൾക്കില്ല. ഒരൊറ്റ വചനം പോലും കേൾക്കില്ല. മാനസാന്തരത്തിന്റെ വചനം കേൾക്കില്ല. പാപത്തെ കുറിച്ചുള്ള വചനം കേൾക്കില്ല. ഇവർ കേൾക്കുന്ന മുഴുവൻ അനുഗ്രഹം. ഇവരെങ്ങനെ ജീവനുള്ളവരായി തീരും? ഇവരെങ്ങനെ നിലനിൽക്കുന്നവരായി മാറും? അതുകൊണ്ട് പത്രോസ് പറയുക, നമ്മൾ കേട്ട ഈ വചനം എന്താ? കെടുന്ന ബീജത്താലല്ല, കെട്ടുപോകുന്ന നശിച്ചു പോകുന്ന മാനുഷിക ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ ബീജം നഷ്ടപ്പെട്ടു പോകുന്ന പോലെയല്ല. ഇത് കെടാത്തതും നിലനിൽക്കുന്നതും പിന്നെ ജീവനുള്ളതുമായ ദൈവത്തിന്റെ വചനത്താൽ നീ വീണ്ടും ജനിച്ചിരിക്കുന്നു. താവോട്ട് പറയാം നമ്മുടെയൊക്കെ അവസ്ഥ. താവോട്ട് വായിക്കേ. സകല ജഡവും പുല്ല് പോലെയാ. അതിന്റെ ഭംഗിയല്ല പുല്ലിന്റെ പൂ പോലെയാ. ദൈവങ്ങളെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നീ നാളെ ജഡമായി കിടക്കും. അല്ലേ? ഞാൻ ബിജു എന്ന് പറഞ്ഞ ഞാൻ എന്നെ പിന്നെ വന്ന് ആൾക്കാരെ സഹോദരൻ ചെയ്യുന്ന ദാ കിടക്കുന്നു ജഡം, ദാ കിടക്കുന്നു ശവം. അല്ലേ? ബിജുവിന്റെ ഭംഗി പോയി, ബിജുവിന്റെ രൂപം പോയി, പ്രതാപം പോയി, എല്ലാം പോയി. ശവം കിടക്കുക. എന്നെ സ്നേഹിക്കുന്ന ഭാര്യ പോലും പറയും 2 ദിവസം സ്കൂൾ വെക്കണ്ട, മണക്കും കൊണ്ട് അടക്കിപ്പോയി. അത്രയേ ഉള്ളൂ മനുഷ്യൻ. കേട്ടോ, ഈ മനുഷ്യന്റെ ഉള്ളിൽ എന്നും നിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ മരണത്തിലേക്ക് നീ കീഴ്പ്പെട്ടാലും നിന്റെ അകത്തളത്തിലെ മനുഷ്യന്റെ ഉള്ളിൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ശവക്കല്ലറയിലും വ്യാപരിക്കും. കേട്ടോ, വചനം ശവക്കല്ലറയിലും വ്യാപരിക്കും. ചീഞ്ഞറിഞ്ഞ ശവത്തിലും യേശുവിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. കാരണം ഇത് നിലനിൽക്കുന്നതാണ്, ഇത് ജീവനുള്ളതാണ്. ഇത് ഞാൻ മരണത്തിലേക്ക് പോയാലും എന്റെ ആത്മാവിൽ ഇതിനെ സ്റ്റോർ ചെയ്തേക്കുക. അതുകൊണ്ട് മൃതന്മാർ കാഹളം കേൾക്കും. കാരണം വചനം അവന്റെ ഉള്ളിലുള്ളതുകൊണ്ട് മൃതനെ ആ മണ്ണിൽ അടക്കി കളയാൻ പറ്റിയല്ല, പാതാളത്തിന് അവനെ പിടിച്ചു വെക്കാൻ പറ്റിയല്ല. കാരണം ഈ വചനം അവന്റെ ഉള്ളിൽ, യേശു ക്രിസ്തുവാകുന്ന വചനം അവന്റെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ ദൈവങ്ങളെ, അവൻ കാഹളമൊലി കേൾക്കും. അവൻ അക്ഷയനായി ഉയർത്തുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ലോക മനുഷ്യനായി നീ ജീവിച്ചാൽ ഇവിടെ പറയുന്ന പോലെ ആരാ പറയുന്നത്? പത്രോസ് പറയുക, സകല ജഡങ്ങളും പുല്ല് പോലെയാ. അവിടെ ആ ജീവനുള്ള നിലനിൽക്കുന്നതുമായ ദൈവജനത്തെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസ് പറയുക, മനുഷ്യന്റെ അവസ്ഥ സകല ജഡവും പുല്ല് പോലെയാണ്. അടുത്തത് ഇവിടെ പിള്ളേർ ഇങ്ങനെ ചിരി തരുക. നമ്മുടെ സിനിമയുടെ മോള് അത് പൂത്താൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അത് കഴിയുമ്പോൾ ഇതിന്റെ പൂവൊക്കെ നമ്മൾ കണ്ട് സന്തോഷിക്കും. രാവിലെ ആകുമ്പോൾ ഈ സാധനം പൊഴിഞ്ഞ് നടക്കും. അല്ലേ? എത്ര സൗന്ദര്യമുള്ളവനും എത്ര ആരോഗ്യമുള്ളവനും, ഞാൻ എന്നെ തന്നെ പറയട്ടെ, എത്ര ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു ഓടി നടക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഐസിയിൽ കയറിയിട്ട് മറ്റുള്ളവരുടെ സഹായമില്ലാതെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. എന്നെ ചെങ്ങലിയാൻ ബന്ധിച്ചു. ഇവിടെ ഒരു പടി വെച്ചു, അവിടെ ഒരു പടി വെച്ചു. പിള്ളേർ വീഴാതിരിക്കാതെ വെക്കുന്നില്ലേ അമ്മമാര് തരണം എന്ന് പറഞ്ഞ പോലെ എന്നെ അവിടെ പണിയിട്ട് മൂടി, ഇവിടെ പണിയിട്ട് മൂടി. കാരണം ഞാൻ അങ്ങോട്ട് വീഴാതിരിക്കാൻ.
എന്റെ ആരോഗ്യമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നശിച്ചു പോയി. ഒറ്റ ദിവസം കൊണ്ട് ഞാനല്ലാതെ ഞാൻ മാറി. 90 കിലോ വെയിറ്റുള്ള ഞാൻ 74 കിലോ ആയി. നേരെ നിന്ന് ഞാൻ വളഞ്ഞു പോയി. ദൈവങ്ങളെ, ഇത്രയുള്ള മനുഷ്യൻ കേട്ടോ. പക്ഷെ എന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയെ ഞാൻ അന്നും അറിയുന്നു, ഇന്നും അറിയുന്നു. കാരണം രാത്രിയിൽ ഞാൻ കിടന്ന് ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ വചനത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. എന്റെ വേദനയുടെ ആ മണ്ഡലങ്ങളിലേക്ക് ആ ശക്തി ഇറങ്ങി വന്നു. ദൈവങ്ങളെ, ഞാൻ പറഞ്ഞു, ജീവിക്കുന്നെങ്കിൽ കർത്താവേ, വേദന കൂടെ എന്നെ കൊണ്ടുപോകരുത്. വേദന കൂടെ ഞാൻ ജീവിക്കത്തില്ല. വേദന മാറ്റി എന്നെ ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇന്ന് ഈ രാത്രി ഞാൻ ജീവിക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് എന്നെ വിളിച്ചോളാൻ പറഞ്ഞു. ആ ശക്തിയേറിയ വചനം എന്റെ ഉള്ളിലേക്ക് വ്യാപരിച്ചു. ദൈവങ്ങളെ, വളഞ്ഞിരുന്ന ഞാൻ നേരെയായി. വേദനയുള്ള ഞാൻ വേദന മാറി. കാരണം ഈ വചനം ശക്തിയേറിയതും ജീവനുള്ളതുമാണ്. നിന്റെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് നിന്റെ ആ സമയങ്ങളിൽ ചലിക്കാം. എത്ര പേർക്ക് വിശ്വാസമുണ്ടോ? നിന്റെ രോഗവേളയിൽ, നിന്റെ ഭാരങ്ങളിൽ ചലിക്കുന്ന ദൈവത്തിന്റെ വചനം ഉണ്ടല്ലോ, അതിനെ ശക്തിപ്പെടുത്തുക. നീ അറിയാതെ നിന്റെ ഉള്ളിൽ ഈ വചനം ചലിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക, ഈ വചനം ഉള്ളിൽ ചലിക്കുന്നുണ്ടെങ്കിൽ നീ ജീവനുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ നീ വെറും ജഡമാണ്. നിന്റെ രൂപം നീ ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന വയലിലെ പുല്ല് പോലെയാണെന്ന പദസ് പറയുന്നത്. വാക്യം വായിച്ചോ? വായിച്ചു. അവിടെ പൗലോസ് പറയുക, സകല ജഡവും പുല്ല് പോലെയും പൂ പോലെയുമാണ്. അവസാനം പൗലോസ് പറയുക, കർത്താവിന്റെ വചനമോ അവസാനം വാക്യം ആകുന്നു. എന്നേക്കും നിലനിൽക്കുക. കണ്ടോ, മരണത്തോട് നമ്മൾ തീരുകയാണ് മക്കളെ. ഉള്ളിൽ ജീവനുള്ളവൻ, വചനം എന്ന യേശു ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്നവൻ, വചനം ഉള്ളിലുള്ളവൻ, അവൻ പൂ പോലെ വാടിപ്പോയാലും, അവൻ രൂപങ്ങി പോയാലും, അവൻ കിടക്കുന്ന ശവക്കല്ലറയിൽ ഈ വചനം ചലിക്കും. ഏശ പ്രവാചകന്റെ മേലുള്ള ആ വാഗ്ദത്തം നിറവേറുവാൻ അവന്റെ ശവക്കല്ലറയിലും അവന്റെ അസ്ഥികളിലും ദൈവത്തിന്റെ ശക്തിയേറിയ വചനം ചലിക്കാൻ തുടങ്ങി. അല്ലേ? അവന് വായും കൊണ്ട് പറയാൻ കഴിയുന്നില്ല. അവനൊരു സൂര്യകാലത്ത് പറഞ്ഞു എഴുന്നേക്കാൻ. അവന്റെ ആ കൊച്ചിനെ അവനെ എഴുന്നേൽപ്പിച്ചു. അല്ലേ? അവൻ കൊണ്ട് വടി കൊണ്ട് മുട്ടിയപ്പോൾ കൊച്ചി എഴുന്നേറ്റു. പക്ഷേ ഈ ശവക്കല്ലറയിൽ കിടന്നുകൊണ്ട് അവന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ അവന്റെ മേലുള്ള വാഗ്ദത്തം 2 ശവങ്ങളെ ഉയർപ്പിക്കുമെന്നുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ കർത്താവിന്റെ വചനം അവന്റെ അസ്ഥിയിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നു. ദൈവങ്ങളെ, ഒരു ശവത്തെ കൊണ്ടുപോയി അങ്ങോട്ട് വെക്കലും അവൻ ആ അസ്ഥിയെ മുട്ടിയപ്പോൾ അവൻ തിരിച്ചെഴുന്നേറ്റ് വന്നു. കാരണം നിന്റെ ശവക്കല്ലറയിലും വ്യാപരിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ശക്തിയേറിയ വചനമാകട്ടോ. അത് എന്നേക്കും നിലനിൽക്കുന്നത്, അത് നശിക്കുന്നില്ല. യേശു ക്രിസ്തു എന്ന വചനം നിന്റെ ഉള്ളിൽ നിന്ന് പകൽക്കാലം വ്യാപരിച്ചിട്ടുണ്ടോ? വ്യാപരിച്ചെങ്കിൽ നിന്റെ നടപ്പിലും നിന്റെ കിടപ്പിലും ഒക്കെ ഈ വചനം നിന്നോട് സംസാരിക്കും. വായിക്കാൻ അറിയാൻ സഹോദരിമാരെ, ഇവിടുന്ന് കേൾക്കുന്ന വചനം നിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, നീ യേശു ക്രിസ്തുവിലായിരിക്കുക. അല്ലെങ്കിൽ നിന്റെ ഉള്ളിൽ ഇന്നും ശൂന്യതയാണ്. നിനക്ക് പാപം ചെയ്യാൻ ഒരു മടിയുമില്ല. നീ രോഗശാന്തിയും ഭൂതശാന്തിയും, നീ വീട്ടിൽ പണം കിട്ടുന്നതും നിന്റെ കുഞ്ഞുങ്ങൾ കാശുകാരാകുന്ന നിന്റെ ചിന്ത, അതൊന്നും സ്വർഗീയമല്ല, അതൊന്നും ദൈവവചനത്തിൽ ജനിച്ചതല്ല. നീ ജനിച്ചത് പാപത്തിൽ തന്നെ ഇന്നും ജനിച്ചു കിടക്കുക. ഇന്ന് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് പറയുക, പൗലോസ് പറയുക, ഇവരുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുവോളം ഞാൻ എന്ത് ചെയ്യാം? പ്രസവവേദന ധരിക്കുക. ഇന്ന് 12 വർഷമായി ഈ സഭയ്ക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്നോടും ദൈവാത്മാവ് ഇടപെട്ട വചനം ഞാൻ പ്രസംഗിച്ചത്. എടാ പൗലോസ് ഈ ജനത്തിന് വേണ്ടി പ്രസവവേദന ധരിച്ചെങ്കിൽ നീ ധരിക്കുന്നതൊന്നും വലിയ കാര്യമല്ല എന്ന് എന്നോട് സംസാരിച്ച വചനം ഞാൻ പ്രസംഗിക്കുന്നത്. കാരണം ഇത് ഈ നിലനിൽക്കാത്ത, ദൈവവചനത്താൽ ജനിക്കാത്ത ആൾക്കാരുടെ മെയിൻ കുഴപ്പമാണ്. അവര് ഒരു കാരണവശാലും വചനത്തെ അംഗീകരിക്കത്തില്ല, മനുഷ്യന്റെ വചനമായിട്ട് കാണും. ഇപ്പൊ വീരസഹോദരി ഈ വചനത്താൽ ജനിക്കാത്ത ആളാണെങ്കിൽ പ്രസംഗിച്ചത് അച്ചായനല്ലേ, അത് പാസ്റ്ററല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ,
അത് ദൈവത്താൽ ജനിക്കപ്പെടാത്ത, വചനത്താൽ ജനിക്കപ്പെടാത്ത ആളാണ് പുള്ളി കരുതി. ആര് പ്രസംഗിച്ചാലും ഇത് കർത്താവിന്റെ വചനമാണ്, ഇത് എന്നോടാ സംസാരിച്ചതെന്ന് പറയുന്നവനാ യഥാർത്ഥമായി ക്രിസ്തുവിൽ ജനിച്ചവൻ. അല്ലാത്തവനൊന്നും ജനിച്ചിട്ടില്ല, ഇതിൽ ജനിക്കുന്നില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് സമയം പോയി. ഞാൻ നമ്മളിന്ന് തുടങ്ങിയപ്പോൾ തന്നെ 10:30 ആയി. ഞാൻ സമയം പോയതുകൊണ്ട് ഞാൻ ഒറ്റ വാക്യങ്ങൾ എടുക്കാം. ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. എബ്രായ ലേഖനം 11:24 പെട്ടെന്ന് വായിച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാല മോഹങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. വിശ്വാസത്താൽ മോശ ആമേൻ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ മിസ്രൈമിലെ നിക്ഷേപങ്ങളേക്കാൾ കണ്ടോ? ഏതാ മിസ്രൈം? ഈ ലോകമാകുന്ന വാരിധിയിൽ നീ യാത്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ നിക്ഷേപം വലുതാണെന്ന് കാണുന്ന സഹോദര സഹോദരി, ക്രിസ്തുവിന്റെ നിന്ന ചുമക്കാൻ നിനക്ക് പറ്റത്തില്ല. ക്രിസ്തുവിൽ ജനിച്ച നിനക്ക് ഈ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ വലുത് യേശു ക്രിസ്തുവിന്റെ കൂടെ കഷ്ടം സഹിക്കുന്നതെന്ന് പറയണമെങ്കിൽ നിന്റെ ഉള്ളിൽ യേശു ജനിക്കണം. മോശയുടെ ഉള്ളിൽ യേശു കർത്താവ് ജനിച്ചു. മിസ്രൈമിലെ ഫറവോന്റെ പുത്രിയായി, ഫറവോന്റെ ശേഷം രാജാവായി വെളിപ്പെടേണ്ട മനുഷ്യൻ, അടുത്ത ഫറവോനായിരിക്കേണ്ട ആ മോശയുടെ ഉള്ളിലേക്ക് യേശു ക്രിസ്തു ജനിച്ചെന്നാണ് വായിക്കുന്നത്. അല്ലേ? വായിച്ചേ. ഇസ്ലാമിക നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമായി അവൻ എണ്ണി. മോശയെ അതിന്റെ 7-ന്റെ 30 വായിച്ചു. അതിനകത്ത് ചേർന്ന് നമുക്കൊന്ന് പോവാം. അപ്പോസ്തല പ്രവൃത്തി 7:30 വായിച്ചു. പെട്ടെന്ന് വായിച്ചു. ഇനി ആ ഭാഗം ഞാൻ പറയാൻ വായിക്കാം കേട്ടോ. തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരാം. ഇപ്പൊ നമ്മൾ വായിച്ചിട്ടേക്ക് തിരിച്ചു വരാം. ഞാൻ പറയുമ്പോൾ ഇനി ആ ഭാഗം വായിക്കണം. ഞാൻ ഓർത്തെന്നൊക്കെ പറഞ്ഞതാണ്. ഇനി ഞാൻ മറന്നു പോകുമ്പോൾ ആ വാക്യം ഓർത്തിരിക്കണം. പെട്ടെന്ന് വായിച്ചു. ഇനി നമ്മളിപ്പോ വായിച്ച എബ്രായ ലേഖനം 11:24 പെട്ടെന്ന് വായിക്കും. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും വായിച്ചു. വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ. ഞാൻ എന്റെ ചോദ്യം, മോശയോട് ദൈവം മിസ്രൈമിൽ വെച്ച് ഇടപെട്ടിട്ടില്ല? ഇടപെട്ടായിരുന്നോ? മിസ്രൈമിൽ ഫറവോന്റെ സകല അഭ്യാസവും സകല അടവും പഠിക്കുമ്പോഴും ഒന്നും ദൈവം ഇടപെട്ടിട്ടില്ല. പക്ഷെ മോശയ്ക്ക് ഒന്നറിയാം, ഞാനൊരു എബ്രായനാണ്, എന്റെ അമ്മയും അപ്പനും ഒരു എബ്രായരാണ്, എന്റെ സഹോദരന്മാർ എബ്രായരാണ് എന്നുള്ള ഒരു വിശ്വാസം തന്റെ ഉള്ളിൽ കിടക്കുന്നു. അത് വെച്ചാണ് താൻ 40-ാമത്തെ വയസ്സിൽ താൻ പുറത്തേക്ക് ഇറങ്ങി എബ്രായ ആൾക്കാരെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് തനിക്കൊരു പരീക്ഷ നേരിട്ടത്. എബ്രായനും ഇസ്ലാമിനും തമ്മിൽ ഈ അടിയുണ്ടാക്കി. മോശ ആരായിട്ട് ഇരിക്കട്ടെ? ഇസ്ലാമിയുടെ മോനായിട്ടാ വിളിക്കുന്നത്. അതായത് ഈ ഫറവോന്റെ മോടെ പുത്രനായിട്ട് പാലും തേനും പഴവും കൊടുത്ത് വളർത്തിയ
നല്ല 1-ാം ക്ലാസ് കായിക അഭ്യാസം പഠിപ്പിച്ച മോശ പുറത്തിറങ്ങിയപ്പോൾ ആരായി മാറി? എബ്രായനായി മാറി അല്ലേ? അപ്പൊ അവന്റെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചെന്നുള്ളത് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ക്രിസ്തു ഉള്ളിൽ ജനിക്കാതെ എങ്ങനെയാ മോശെ നീ ഫറോന്റെ മോനായി വളർന്നു വന്ന? എപ്പോഴാ കിട്ടിയേ? പാലുകുടി മാറാത്ത പ്രായത്തിൽ ഞാങ്ങണപ്പെട്ടകത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട് മോശയുടെ പൊറ്റമ്മയായ ഈ ഫറോന്റെ മോളുടെ പേരാണ് മോശ. അവന്റെ പേരിങ്ങനെയാണ്, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട് അവന് മോശ എന്ന് പേരിട്ടു. പേരിട്ട ആരാ? ഫറോന്റെ പുത്രിക, കല്യാണം കഴിക്കാത്ത മക്കളുണ്ടാകാത്ത ഫറോന്റെ പുത്രി ഈ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് പറയുക, ഇവനെ ഞാൻ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ട് ഇവനെ ഞാൻ പേരിടുക മോശൻ. പെറ്റമ്മനേക്കാളും സ്നേഹത്തിൽ പോറ്റമ്മ വളർത്തി. മാത്രമല്ല ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ കൂലി ഞാൻ തരാമെന്ന് പറഞ്ഞു. കൂലി കൊടുത്ത് ഈ കുഞ്ഞിനെ പാല് കുടിപ്പിച്ച് വളർത്തിയെടുത്ത് അവന്റെ അമ്മയായി കൊണ്ടു നടന്നിട്ട് ഫറോൻ വെള്ളിപ്പനായിട്ട് കൊണ്ടു നടന്നിട്ട് ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഇവന്റെ സ്വഭാവത്തിന് മാറ്റം വന്ന എങ്ങനെയാ? ഇവൻ എബ്രായനായി മാറി. കണ്ടോ? അകത്ത് ക്രിസ്തു വളരുന്നുണ്ടെങ്കിൽ ഓർത്തോ, നീ പുറത്തിറങ്ങുമ്പോഴും ക്രിസ്തുവിന്റെ സ്വഭാവം കാണിക്കും. നീ ജാതികളുമായി ചേരത്തില്ല, നീ ജാതികളുമായി പാപത്തിലേക്ക് പോകുകയില്ല. കാരണം നിന്റെ ഉള്ളിൽ ക്രിസ്തു വളരുന്നുണ്ട്. നിനക്ക് ഒരിക്കലും പാപത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. ലോക മനുഷ്യനുമായി നിനക്കൊരു കോംപ്രമൈസും ഇല്ല. നിന്റെ അപ്പനായാലും നിന്റെ അമ്മയായാലും നിന്റെ സഹോദരന്മാരായാലും അവര് പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, ജാതികളായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിനക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. കാരണം ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് അസാധാരണമായ മാറ്റം സംഭവിക്കും. വചന ഉള്ളിലുണ്ടെങ്കിൽ വചനവിരുദ്ധമായ ഒരു കാര്യവും നീ ചെയ്യത്തില്ല. വചന ഉള്ളിലില്ലെങ്കിൽ നീ ആരുടെ കൂടെയും കൂടും. നീ ഏത് ചന്ത പരിപാടിക്കും പോകും. കാരണം മോശയെ പോലെ നിന്റെ ഉള്ളിൽ യേശു വന്നിട്ടില്ല. അത് എബ്രായ ലേഖനക്കാരനായ പൗലോസ് പറയുകയാണ്, മിസ്രാമിയിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് ആരെണ്ണി? മോശ എണ്ണി. എന്നിട്ട് രണ്ടാമത്തെ കാര്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുക. അതായത് ഞാൻ മിസ്രാമീനല്ല, ഞാൻ മിസ്രാമീന്റെ മോനുമല്ല, ഞാൻ ഇനി ഫറോൻ രാജാവിന്റെ അടുത്ത ഫറോനായിട്ട് ഞാൻ വരുത്തില്ല. അവൻ വിശ്വാസത്താൽ പറഞ്ഞു, ഞാൻ ഒരു അദൃശ്യ ദൈവത്തിന്റെ മകനാണ്. കാണാത്ത ഒരു ദൈവത്തിന്റെ മകനാണ് ഞാൻ. അവൻ എന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഉറച്ചു നിൽക്കും. ഞാൻ എബ്രായനായിട്ട് ജീവിക്കും. ഞാൻ എബ്രായന് വേണ്ടി വാദിക്കും. ഞാൻ എബ്രായന് വേണ്ടി ജീവിക്കും. എന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ നിന്ന വലിയത ഞാൻ അത് സഹിക്കും. നിയമത്തിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര നിന്ന വന്നാലും ക്രിസ്തു ഉള്ളിലുണ്ടെങ്കിൽ നീ പറയും, ഈ മിസ്രാമിയ നിക്ഷേപങ്ങളെക്കാൾ എനിക്ക് വലുത് ക്രിസ്തുവിന്റെ നിന്നയാണ്. അകത്ത് വചനത്താൽ ജനിക്കപ്പെട്ട നിനക്ക് പരിശുദ്ധാത്മാവിൽ പറയാൻ കഴിയുന്ന ഒന്നാണ് ഇന്ന് മോശയിലൂടെ നീ കേട്ടത്. കേട്ടോ? കാരണം അവൻ അവസരവും ഇടപെട്ടിട്ടില്ല. ഇവിടെയോ നമ്മളുടെ അടുത്ത് എല്ലാ ആഴ്ചയും ഇടപെടുന്നവനാ ദൈവം. അല്ലേ? നിനക്ക് രോഗമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാൻ തൽക്ഷണം രോഗം മാറും. അല്ലേ? നിനക്ക് കടഭാരം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാൻ തൽക്ഷണം നീ ഇതിന്റെ കടഭാരം മാറിയിട്ടുണ്ടോ? നിന്റെ മക്കൾ ജയിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പം ജയിക്കും. എന്തിനാ? നിസ്സാരമായ ഒരു കുറി പൈസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം ഇടപെട്ട് നിനക്കത് ലഭിക്കുക. അപ്പൊ നീ ദൈവത്തെ വിശേഷാൽ അറിഞ്ഞവനാ. ആ അറിഞ്ഞ നീ തെറ്റി പാപത്തിൽ കിടക്കുമ്പോൾ ഓർത്തു, അറിയാത്ത മോശ അവൻ വിശ്വാസത്താൽ ഉറച്ചു നിന്നു. കാരണം അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ അവൻ ഉറച്ചു നിന്നു. ക്രിസ്തു ജയിച്ചാൽ വേറെ ആരും നിന്റെ കൂടെ വേണ്ട. ക്രിസ്തുവിന്റെ വചനം നിന്നെ രൂപാന്തരപ്പെടുത്തും. മാറ്റം സംഭവിക്കും. നീ ഒരു പുതിയ വ്യക്തിയായി, ഒരു പുതിയ ശക്തിയായി നീ മാറും. ഇവിടെ മോശ എന്നാ പറയുന്നത്? അവൻ ഉറച്ചു നിന്നാ പറയുന്നത്. അല്ലേ? വാക്യം തോന്നോ? കണ്ടോ? രാജാവിന്റെ കോപം. ഇവിടെ നമ്മള് മോശയോട് പറയാ, എന്റെ പൊന്നെ മോശ, ഈ ദർശനം ശരിയായിരുന്നോ? ഈ ചിന്താഗതി ശരിയായിരുന്നോ? അതാ ഞാൻ അങ്ങോട്ട് വായിക്കാൻ പറഞ്ഞത്. എവിടെയാ? അപ്പോസ്തലരുടെ പ്രവൃത്തി 7:30. ഈ ദർശനം ശരിയായിരുന്നോ? ആയിരുന്നോ?
1 2 വർഷമല്ല, 40 വർഷം. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഈ അപ്പസ്തലപ്രവൃത്തി എല്ലാം വായിക്കാനുള്ള സമയം മേടിച്ചെന്ന് വായിക്കണം. ആ 7-ാം അധ്യായം മുഴുവൻ വായിക്കണം. അതിലെ മോശയെ കുറിച്ച് പറയുന്നത് സുമുഖനും സുന്ദരനും വാക്ചാതുര്യമുള്ളവനുമായിരുന്നു പറഞ്ഞത്. പക്ഷെ 40 വർഷം ദൈവത്തെ, അദർശ ദൈവത്തെ കണ്ടതുപോലെ അതിൽ ഉറച്ചനം എന്ന് പറയുക, എനിക്ക് ഇസ്രായേലിലെ രാജാവിന്റെ കോപമോ നിഷേധമോ എനിക്ക് വേണ്ട. അവൻ അവിടുന്ന് ഓടിപ്പോയെന്നാ വായിക്കുന്നത്. പക്ഷേ നമ്മളാണ് ഈ പറഞ്ഞത്, എന്റെ മോശപ്പച്ച നിങ്ങളെ പോക്ക് ശരിയല്ല കേട്ടോ. ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല നിങ്ങൾ ഓടിപ്പോയത്. 40 വർഷം ഈ മിണ്ടാപ്രാണികളെ, സ്വന്തം ആടല്ല, ഇത്രോ എന്ന് പറയുന്ന തന്റെ അമ്മായിപ്പന്റെ ആടിനെ 40 വർഷം മരുഭൂമിയിൽ മേയിച്ച് നടക്കുമ്പോൾ ആഹാരമോ വെള്ളമോ ഇവിടുന്ന് കിട്ടുന്ന ഒരു സൗലഭ്യവും ഇല്ലാതെ, മിസ്രൈമിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു നന്മയും ഇല്ലാതെ, ഒരു പാലും പഴവും ഒരു വിധത്തിലുള്ള ആഹാര സാധനവും കിട്ടാതെ, എങ്ങാനും ചോറ് കിട്ടിയാൽ കിട്ടി, വെള്ളം കിട്ടിയാൽ കിട്ടി, മരുഭൂമിയിൽ ആയിരക്കണക്കിന് ആടുകളുമായി യാത്ര ചെയ്ത് 1 2 വർഷമല്ല കേട്ടോ, 40 വർഷം മോശയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ ഒരുത്തരുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആരും നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പറയുക, വചനമുള്ളിലുണ്ടെങ്കിൽ ആ സമയത്ത് അദർശനായ ദൈവം നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരും. നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന അദർശനായ ദൈവത്തെയാണ് ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നത്. മോശേ, നിനക്ക് അബദ്ധം പറ്റിയതല്ല. മോശേ, നീ മണ്ടനല്ല. ഇനി നീ എടുത്ത തീരുമാനത്തിൽ ഉറയ്ക്കുന്ന ഒരു അധികാരത്തിന്റെ ഉടയവനുണ്ട്. 40 വർഷത്തിന് ശേഷം ദൈവമക്കളെ മോശ കാണുക, ഇതുവരെയും ആദർശ ദൈവം ഉണ്ടെന്ന് മാത്രമല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരുന്ന മോശയുടെ മുമ്പിലേക്ക് അതുവരെ കാണാത്ത ഒരു അത്ഭുതം. 40 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടോ? ഒരാള് പോലും റെക്കമെൻഡ് ചെയ്യാതെ 40 വർഷം മോശ ചിന്തിച്ചിട്ടുണ്ടാവും. മോശ പറഞ്ഞിട്ടുണ്ടാവും, എന്റെ ദൈവമേ, ഞാനെടുത്ത തീരുമാനം ശരിയായിരുന്നു. എന്റെ അപ്പനും അമ്മമാരൊക്കെ പണ്ട് പറഞ്ഞു കേട്ടതുപോലെ ഒരു അദർശ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു, അതിൽ ഞാൻ ഉറച്ചു നിന്നു. പക്ഷെ 40 വർഷമായി എന്റെ നാക്ക് വണ്ണം വെച്ചു. സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ നാക്ക് കരിയായി പോയി. എനിക്ക് നല്ലൊരു ആഹാരമില്ല, നല്ലൊരു വസ്ത്രമില്ല, ഒരാളും എന്നോട് മിണ്ടാനില്ല, പറയാനില്ല. വീട്ടിൽ ചെല്ലുമ്പോ രാവിലെ എഴുന്നേറ്റ് ആടിനെ കൊണ്ട് പോകുക. ആ രാത്രിയിൽ ഭാര്യയോട് വർത്തമാനം പറയാൻ പോലും സമയമില്ല, കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ സമയമില്ല. പക്ഷേ മോശേ, നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ലെങ്കിലും എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, മോശയെ പോലെ വചനത്തിന് വില കൊടുക്കുന്ന, ക്രിസ്തുവിന്റെ നിന്നയ്ക്ക് വില കൊടുക്കുന്ന സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും നീ പ്രാർത്ഥിക്കുന്നവനാണോ, സമയത്തിൽ എന്റെ ദൈവം നിന്റെ മുമ്പിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പിലേക്ക് എന്റെ സ്വർഗ്ഗം ഇറങ്ങി വരാൻ പോകുക. ഇന്ന് ഭയക്കാലം യേശുവിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കട്ടെ. ആത്മാവിന്റെ ശക്തിയോടെ ഈ 2024 അവസാന ഞായറാഴ്ച ആത്മാവിന്റെ ശക്തിയോടെ നമുക്ക് ധരിക്കാം.
ഹല്ലേലൂയ. ദൈവങ്ങളെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ശക്തിയാൽ ഈ 2024 ഒരു തീരുമാനമെടുക്കാതെ കർത്താവ് നമ്മെ ഇന്ന് പകൽക്കാലം അവന്റെ വചനത്താൽ നമ്മെ ഉണർത്തി. മോശ കണ്ടത് ഇസ്രായേലിൽ നിന്ന് 40 വർഷം ഒരു അത്ഭുതവും കാണാതെ, ഒരാളും സംസാരിക്കാതെ, തന്റെ അപ്പനോ തന്റെ സഹോദരന്മാരോ സഹോദരിമാരോ അമ്മയോ ഒന്നുമില്ലാത്ത, ഒരു എബ്രായൻ പോലും ഇല്ലാത്ത ഒരു നാട്ടിലേക്ക് ഓടിപ്പോകാനുള്ള വന്നു. നമ്മളാണെ പറഞ്ഞ അവൻ മണ്ടനാണ് അല്ലേ? അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. അവൻ എന്ത് പൊട്ടനാ! അവൻ ആ മിസ്രാമയിൽ നിന്നായിരുന്നെങ്കിൽ ഫറവോന്റെ രണ്ടാമത്തെ മകനായി രാജാവായി മാറത്തില്ലായിരുന്നു. എന്നാൽ മോശയെ വിടുന്നവനല്ല ദൈവം. കണ്ടോ മോശമാരെ, പരിശുദ്ധാത്മാവ് പറയുക, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തോടു കൂടെ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ സമയമാകുമ്പോൾ എന്റെ ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. എന്നിട്ട് 40 വർഷം മുമ്പ് ഒരു എബ്രായൻ പറഞ്ഞ വാഗ്ദത്തമാണ് അവിടെ നിവർത്തിക്കുന്നത്. കേട്ടോ, അവിടെ വായിച്ചേ ഇസ്ലാമില് ആശ്ചര്യപ്പെട്ടു. കേട്ടു. കണ്ടോ, എബ്രായനായ ഒരു വ്യക്തി 40 വർഷം മുമ്പ് ഈ മോശയോട് പറഞ്ഞ വാക്കാണ്, നിന്നെ ഞങ്ങളുടെ അധികാരിയും ന്യായകർത്താവും ആക്കി വെച്ചത് ആര് എന്ന് ചോദിച്ചത്. സഹോദര, നിന്നെ വെല്ലുവിളിച്ച്, സഹോദരിമാരെ നിന്നെ വെല്ലുവിളിച്ച് നിന്റെ ബന്ധുക്കാരോ നിന്റെ മിത്രങ്ങളോ നിന്റെ നാട്ടുകാരോ നിന്നെ വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാത്മാവിൽ നീ ഭാരപ്പെടണ്ട. നീ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക, സ്വർഗത്തിലെ ദൈവം സമയത്തിന് മുമ്പേ നിനക്ക് വേണ്ടി ഇറങ്ങി നിന്ന് പ്രവർത്തിക്കും. നീ ആരാണെന്ന് ചോദിച്ചവൻ, പെന്തക്കോസ്തിൽ പോയിട്ട് നിനക്ക് എന്നാ ഉണ്ടായെന്ന് ചോദിച്ചവൻ നിന്റെ മുമ്പിൽ വന്ന് പറയും, നീ സേവിക്കുന്ന ദൈവം അത്ഭുതമാണവനെ, നീ സേവിക്കുന്നവൻ അത്ഭുതമാണവൻ. ഓ, നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കി വെച്ചത് ആരാണെന്ന് ചോദിച്ചത് ഒരു ഇസ്രായേലല്ല, ഒരു എബ്രായൻ ചോദിച്ച വചനം പോലെ ഓർക്കുന്ന ദൈവം. പെന്തക്കോസ്തിൽ പോയിട്ട് നീ എന്നാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നവരോട് പരിശുദ്ധാത്മാവിൽ പറയാനുള്ള ഒറ്റ കാര്യം, മോശയെ തള്ളിക്കളയാത്ത ഒരുവൻ എന്റെ കൂടെ ഉണ്ട്. വിശ്വാസമുണ്ട്. നിന്നെ ഒരു അപമാന പാത്രമാക്കാനല്ല വിളിച്ചത്, ഒരു മാന പാത്രമാക്കാനാണ് വിളിച്ചത്. ദൈവങ്ങളെ, ഞാനും നീയും ഒരു അപമാന മാത്രമല്ല കേട്ടോ, വാഗ്ദത്തമുള്ള, ദർശനമുള്ള, വചനമുള്ളിലുള്ള ദൈവത്തിന്റെ മാല. അതുകൊണ്ട് നിന്നെ തള്ളിക്കളയുന്നവരുടെ മുമ്പിൽ നീ ലജ്ജിക്കണ്ട. നിന്നെ തള്ളിപ്പറയുന്ന നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നാളെ നിന്നെ മാനിക്കുന്ന ഒരുവനുണ്ട് കേട്ടോ. ഒരിക്കലും മറക്കാത്ത ഒരുവൻ 40 വർഷത്തിന് മുമ്പ് ഒരു എബ്രായൻ പറഞ്ഞ വാക്ക് നിമിത്തം ഓടി മരുഭൂമിയിൽ വന്ന മോശയോട് മോശ മറന്നു എന്നും പറഞ്ഞത്. പക്ഷെ കർത്താവ് പറയുക, അന്ന് നിന്നോട് പറഞ്ഞില്ലേ, നിന്നെ ആരാണ് എബ്രായരുടെ ഇടയിൽ അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആരെ എന്ന് ചോദിച്ചവനെ മേയിക്കാൻ ഞാൻ നിന്നെ ആക്കാൻ പോകുക. ഇത് നീ പറയാതെ ഈ 10 ലക്ഷം വരുന്ന ജനം അനങ്ങത്തില്ല. നിന്റെ ശബ്ദം കേട്ടിട്ട് അവന്മാര് പോകാൻ പോകുന്നത്. കാരണം ഞാൻ നിന്നെ അധികാരിയും ന്യായകർത്താവുമായി തെരഞ്ഞെടുത്തു. അതാണ് എബ്രായക്കാരൻ പറഞ്ഞത്, ഇസ്രായേലിലെ നിഷേധങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ തലമായി കണ്ട മോശയെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം
ലോകം വിട്ട് കൂട്ടം വിട്ട് ഇറങ്ങി തിരിച്ച നിന്നെ തിരഞ്ഞെടുത്ത ദൈവം നിന്നെ മാനിക്കാൻ പോകുക. Praise the Lord. Hallelujah. ആര് തന്നെയാലും അല്ലാത്ത ഒരുവനുണ്ട്. കൂട്ടം വെറുത്തു കുലവും വെറുത്തന്നെ കൂട്ടുകാരും വെറുത്തു എന്നാൽ കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ എന്റെ കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ കൂട്ടം വെറുത്തു കുലവും വെറുത്തന്നെ കൂട്ടുകാരും വെറുത്തു എന്നാൽ കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ മാതാപിതാക്കന്മാർ വെടിഞ്ഞാലും സംഭവമില്ലെനിക്ക് എന്നെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിടുന്ന യേശുണ്ടെനിക്ക് എന്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിടുന്ന യേശുണ്ടെനിക്ക്. ദൈവങ്ങളെ ഈ കൊച്ചുവേശി തന്റെ കൂട്ടം തന്നെ വെറുത്തു, തന്റെ കുലം വെറുത്തു, തന്റെ അപ്പനും അമ്മയും എല്ലാം തന്നെ വെറുത്തു. കൂട്ടുകാരൻ നന്മ തരുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വന്നപ്പോൾ കൊച്ചുവേശി ഇറങ്ങി പുറത്തു നിന്നിട്ട് പുള്ളിക്കാരൻ വരുന്നത് ഇങ്ങനെ നോക്കി. അടുത്ത് വരുന്നിടം വരെ പുള്ളിക്കാരനെ കണ്ടില്ല. അടുത്ത് വന്നപ്പോൾ പുള്ളിയെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ തിരിഞ്ഞു നടന്നു. കാരണം ഒരു ദൈവത്തില്ല ലോകം ഒരിക്കലും നന്മയായി തീരത്തില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കൊച്ചുദേശി പോലെ പാടാൻ പറ്റുമോ? കൂട്ടം വെറുത്തു, കുലം വെറുത്തു, കൂട്ടുകാരും വെറുത്തു, എന്നാൽ കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാതെ. അല്ലേ? എന്റെ കഷ്ടകാലത്ത് നിന്നെ വിടാതെ ഒരുത്തനുണ്ടെങ്കിൽ ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറയട്ടെ. ഞാൻ എന്റെ വീട്ടുകാരും എന്റെ ഭാര്യ വീട്ടുകാരൊക്കെ ഓർത്തു ഞാൻ അവിടെ മുമ്പ് പോയി കൈ നീട്ടുന്നു. എന്നാൽ ഒരിക്കലും ഒരുത്തന്റെ മുമ്പിൽ കൈ നീട്ടാതെ ക്രിസ്തുവിന്റെ ദാനം, ക്രിസ്തുവിന്റെ നിന്ന വലുതാണെന്ന് പറഞ്ഞു നടന്ന എനിക്ക് ഈ സമയം വരെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാൻ ദൈവം അനുവദിച്ചിട്ടില്ല കേട്ടോ. 19 ലക്ഷം രൂപ എന്റെ ചികിത്സയ്ക്കായി അവിടെ ചെലവായി. പക്ഷെ ഇതുവരെയും ഒരാളുടെ മുമ്പിലും പോയി എന്നെ സഹായിക്കണമേ എന്ന് ഒരു സംഘടനക്കാരന്റെ മുമ്പിലും എന്റെ ബന്ധുക്കളുടെ മുമ്പിലും ഞാൻ കൈ നീട്ടാൻ പോയിട്ടില്ല. ദൈവങ്ങളെ, കാരണം ഞാൻ സേവിക്കുന്നവൻ എന്റെ കൂട്ടായി തീർന്നവനാണ്. അവന് ഞാൻ ജനിച്ചെങ്കിൽ മോശയെ 40 വർഷം കഴിഞ്ഞാലും മനുഷ്യൻ പറഞ്ഞത് നീ മറക്കും, പക്ഷെ ദൈവം മറക്കത്തില്ല. ദൈവം പറയുക, നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കി വെച്ചത് ആര് എന്ന് അവൻ ചോദിച്ചെങ്കിൽ ഇനി അവനെ മേയിക്കാൻ പോകുന്നത് നീയാണ്. ചെങ്കടലിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് അവൻ കാണാൻ പോകുക ഈ അധികാരിയും ന്യായകർത്താവുമായിട്ട് ആരാ നിന്നെ നിയമിച്ചെന്ന് പറഞ്ഞ മോശയെ നിന്റെ വാടി നീളുമ്പോൾ ഇതുവരെ നടക്കാത്ത മഹാ അത്ഭുതങ്ങളെ ചെയ്യാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മളെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ് കേട്ടോ. മറ്റുള്ളവന്റെ മുമ്പിൽ ഒരു അത്ഭുത വിഷയമാക്കി നിന്നെ ഈ 2025 മാറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. കാരണം നിന്നിൽ ദൈവത്തിന്റെ വചനം ജനിച്ചാൽ, യേശു നിന്റെ ഉള്ളിൽ ജനിച്ചാൽ നീ ഒരു അത്ഭുതമായി മാറാൻ പോകുക. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം പറയട്ടെ, ഇന്നൊരു അത്ഭുത വിഷയമായി എത്ര പേർക്ക് മാറാൻ ആഗ്രഹമുണ്ടോ? യേശു നിന്റെ ഉള്ളിൽ ജനിച്ചാൽ നീ ഒരു അത്ഭുതവാനാകട്ടോ. നീ ഒരു അത്ഭുതങ്ങൾ ചെയ്യുന്ന വ്യക്തിയായി മാറും. കാരണം നിന്നെ നടത്തുന്നത് നീയല്ല, നിന്റെ ജനമല്ല, നിന്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ അഖിലാണ്ടത്തിന്റെ ഉടയവനാ. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധി മഞ്ചാളെ തുളസിയെടുത്തതും ഹൃദയത്തിന്റെ ഏത് ഭാവങ്ങളെയും വിവേചിക്കുന്നതുമായ ദൈവത്തിന്റെ വചനമാകുന്നവൻ നിന്റെ ഉള്ളിലേക്ക് വ്യാപരിച്ചാൽ നിന്റെ വാക്കുകളുടെ നടുവിൽ പിശാചിന്റെ കോട്ടകൾ ഇടിയും. നിന്റെ വാക്കുകളുടെ നടുവിൽ ദേശത്തുള്ള അന്താര മണ്ഡലങ്ങൾ വിറയ്ക്കാനിടയായി തീരും. മാത്രമല്ല പ്രതികൂലങ്ങളെ നോക്കി നീ പറയും വാഴി മാറുക.
മോശയുടെ ഉള്ളിൽ യേശു ജനിച്ചപ്പോൾ മോശ ചെങ്കടലിന്റെ മുമ്പിൽ പോയി എന്ന് പറയുക, ചെങ്കടലേ വറ്റുക. അല്ലേ? അതുകൊണ്ട് ഇന്ന് യേശു 2024 നിന്റെ ഉള്ളിൽ യേശു ജനിച്ചില്ലെങ്കിൽ 2025 ഈ പ്രാരംഭ സമയങ്ങളിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശു നിന്റെ ഉള്ളിൽ ജനിക്കട്ടെ. നീ 2025 ഒരു അത്ഭുതമായി മാറുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? വചനം നിന്റെ ഉള്ളിൽ ജനിച്ചാൽ, യേശു നിന്റെ ഉള്ളിൽ ജനിച്ചാൽ നീ ഒരു അത്ഭുതമായി മാറും. നീ പറയുന്നത് സംഭവിക്കും. നീ നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്കായി ചിലർ കാത്തിരിക്കും. നീ ആരെന്ന് ചോദിച്ചാൽ നിന്നെ കൊണ്ട് ചിലരെ പ്രാർത്ഥിപ്പിക്കും. നീ ആരെന്ന് ചോദിച്ചവർ അവർ നിന്നെ വിളിച്ചിട്ട് പറയും, സഹോദര സഹോദരി ഞങ്ങളെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ലെവലിലേക്ക് ദൈവം നിന്നെ മാറ്റാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വാസമുള്ളവർ ആ കരങ്ങളെ ദൈവത്തിൽ ഒന്ന് അടിച്ച് അവരെ തുടിച്ച് ഈ 2024 അവസാന ഞായറാഴ്ച എനിക്ക് പറയാനുള്ള ഒറ്റ ദൂതേ ഉള്ളൂ. നീ ക്രിസ്തുവിൽ ജനിക്കാൻ തയ്യാറായി എന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം മാറ്റും. സംഗീതക്കാരനായ ദാവീദ് പറഞ്ഞു, കർത്താവേ നീ എന്നെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റി. അല്ലേ? വചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ഒരു അത്ഭുതം. നിന്നെ ഒരു മനുഷ്യനും തകർക്കാൻ കഴിയത്തില്ല കേട്ടോ. യേശു നിന്റെ ഉള്ളിൽ വചനമായി വെളിപ്പെട്ടാൽ നിന്നെ തകർക്കാൻ ഒരു മനുഷ്യനും കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കുക. കേൾക്കുന്ന വചനം എന്റെ ഉള്ളിൽ ചലിക്കട്ടെ കർത്താവേ, ഏൽപ്പിച്ചു കൊടുക്കുക. ആ മോശയെ പോലെ, ആ വിശ്വാസത്താൽ അവശ്യ ദൈവത്തെ കണ്ടതുപോലെ ആ മനുഷ്യൻ വിശ്വാസത്താൽ ഉറച്ചു നിന്നു. ആ 40 വർഷം കഴിഞ്ഞപ്പോൾ സിനായി പർവ്വതത്തിന്റെ മുകളിൽ താൻ കണ്ടത് ദൈവത്തെ യഥാർത്ഥമായി താൻ കാണാനിടയായി തീർന്നു. ശബ്ദം കേൾക്കാൻ തുടങ്ങി. 80 വയസ്സായിട്ട് കേൾക്കാത്ത ഒരു ശബ്ദം, അതായത് 40 വർഷം ഇസ്രായേലിലും 40 വർഷം മരുഭൂമിയിലും കിടന്നിട്ടും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത മോശ 80ാമത്തെ വയസ്സിൽ അവന്റെ ശബ്ദം കേൾക്കുക, കേട്ടിട്ട് പറയുക ഒരു ഭയങ്കര ദൗത്യം. അതായത് മോശ ആരാണെന്ന് പോലും അറിയാത്തവന്റെ നടുവിലേക്ക്, ഫറോൻ രാജാവിന്റെ മുമ്പിലേക്ക് 10 അത്ഭുതമായി മോശയെ ദൈവം പറഞ്ഞുവിടാൻ പോകുക. മാത്രമല്ല ഇസ്രായേൽ ജനം മോശ പറയുന്നതിന്റെ അപ്പുറം ചലിക്കാതെ വണ്ണം ദൈവം മോശയെ എടുത്ത് ഉയർത്തി. നിന്റെ കഴിവോ നിന്റെ പ്രാപ്തിയോ, മോശ പറഞ്ഞ കർത്താവേ എനിക്ക് കഴിവില്ല, എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് പ്രാപ്തിയില്ല, ഞാൻ ജ്ഞാനിയായിരുന്നു 40 വർഷം മുമ്പ്, ഇപ്പൊ എനിക്ക് ഒരു ജ്ഞാനമില്ല, അതുകൊണ്ട് എന്നെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയും, ഇല്ല മോശേ, നിന്നെ വെല്ലുവിളിച്ച ഒരുത്തനുണ്ടോ, അവൻ പറഞ്ഞത് നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കി വെച്ചത് ആരാണെന്ന് ചോദിച്ചെങ്കിൽ അവന്റെയൊക്കെ മുമ്പിൽ നിന്നെ അധികാരിയും ന്യായകർത്താവുമായി ഞാൻ തെരഞ്ഞെടുത്തു. നിന്റെ യോഗ്യത ഉണ്ടല്ലോ കേട്ടോ, എന്റെയോ നിന്റെയോ ആ യോഗ്യത ഉണ്ടോ, എന്റെയോ നിന്റെയോ മറ്റുള്ള ഒന്നും കണ്ടിട്ടല്ല ദൈവം തെരഞ്ഞെടുത്തത്. ദൈവം തെരഞ്ഞെടുത്തത് നിന്നെ ഒരു അതിശയമാക്കി മാറ്റാനാണ്. യേശു വസിക്കുന്ന ഒരു അത്ഭുത മനുഷ്യനാക്കി നിന്നെ മാറ്റാനാണ്. അതുകൊണ്ട് ഇന്ന് തീരുമാനമെടുക്കുക. ഈ പ്രസംഗം കേട്ട് എല്ലാ പ്രാവശ്യം കേൾക്കുന്ന പോലെ കളഞ്ഞിട്ട് പോകാനല്ല, നിന്നോടുള്ള വാഗ്ദത്തമോ ദൈവത്തിന്റെ ആത്മാവ് പറയുക, എത്ര വർഷം കഴിഞ്ഞാലും നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമുക്ക് ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ വർഷം മുന്നോട്ട് പ്രാർത്ഥിക്കും. നമുക്ക് തുറന്ന സമയം 12 നമുക്ക് ശക്തമായി ആരാധിക്കാനുള്ള സമയമാണ്. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.